2021. Am I audible? Yes, sir. Okay. So നമ്മൾ ഇന്ന് ആക്ച്വലി ജനറൽ പേപ്പറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ സെഷനോടുകൂടിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ എൻ്റെ പേര് ദീപക് എന്നാണ്, ദീപക് മോഹൻ. സോ ഐ വിൽ ബി ഡിസ്കസിങ് ദി ബേസിക് ടോപ്പിക്സ് ഇൻ ജനറൽ പേപ്പർ. ആദ്യം ഇന്ന് നമുക്കൊരു ഓറിയന്റേഷൻ എന്നുള്ള രീതിയിൽ ജനറൽ പേപ്പറുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ഏരിയാസ് ആണ്, ഏത് രീതിയിലായിരിക്കും പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഡിസംബർ എക്സാമിനേഷനിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ ഏതാണ്ട് 6 മാസങ്ങളോടെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ ഒരു 6 മാസത്തെ ടൈം ഫ്രെയിമിൽ റെഗുലർ ആയിട്ടുള്ള ദാറ്റ് മീൻസ് റിപ്പീറ്റഡ് ആയിട്ടുള്ള MCQ ഉൾപ്പെടുന്ന രീതിയിലുള്ള പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. സോ റെഗുലർ ക്ലാസ്സസും അതിന് ഈ വീക്കെൻഡിൽ നമുക്ക് ഓരോ MCQ ചെയ്യുന്ന രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് പോകണം. ആ ഒരു ഫ്രെയിം വർക്കിൽ നിന്ന് വിട്ടുപോകാതെയുള്ള ഒരു പ്രിപ്പറേഷൻ കൊണ്ട് മാത്രമേ നമുക്ക് നെറ്റ് എക്സാമിനേഷൻ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ ഈ ഒരു എക്സാമിനേഷൻ എന്താണെന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് UGC നെറ്റ്, അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് മൂന്ന് ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാം നെറ്റ് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിനുള്ള യോഗ്യതയാണ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, കുറച്ചുകൂടി ടോപ്പിൽ വരുന്ന 1% ആളുകൾക്കാണ് നമ്മളുടെ സബ്ജക്റ്റിൽ ആ ഒരു ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് ആ 1% എന്താണെന്നുള്ളത് റിസൾട്ട് വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവാറില്ല. എന്നിരുന്നാൽ കൂടിയും എക്സാം എഴുതുന്നതിൻ്റെ 6% ആളുകൾക്കാണ് നെറ്റ് ക്വാളിഫിക്കേഷൻ കിട്ടുന്നത്. അതിൽ തന്നെ ഏറ്റവും ടോപ്പിൽ വരുന്ന 1% ഗീവൺ സബ്ജക്റ്റ് ടു അവൈലബിൾ വേക്കൻസീസ് അതുകൊണ്ട് അതിനെ വച്ചുകൊണ്ട് തന്നെ ഏറ്റവും ടോപ്പിൽ വരുന്ന 1% ആളുകൾക്കാണ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് പറയുന്നത്. അതിൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിനുള്ള ഏജ് ലിമിറ്റ് ഈസ് ദെയർ. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 years ആണ്. ഓക്കെ, 30 വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ അവർക്ക് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യാം. അത് കൂടാതെ വെൻ ഇറ്റ് കംസ് ടു നെറ്റ് ഓർ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ആണെങ്കിൽ ഒരു ഏജ് ലിമിറ്റ്, ഒരു ഏജ് ക്രൈറ്റീരിയ ഇല്ല, എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ പുതിയ റെഗുലേഷൻസ് പ്രകാരം PhD എൻട്രൻസ് കൂടി നെറ്റ് എക്സാമിനേഷൻ്റെ സ്കോപ്പിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ 2 സീലിങ്ങിനും താഴെ മറ്റൊരു കട്ട് ഓഫ് കൂടി ഉണ്ടാവും. ആ കട്ട് ഓഫ് ആണ് PhD എൻട്രൻസിനുള്ള യോഗ്യതയായിട്ട് കരുതുന്നത്. സോ ഈ 3 ലെവലുകൾ നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ റിസൾട്ടായിട്ട് കാണാൻ സാധിക്കും. ഒന്ന് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്, അതിനുള്ള യോഗ്യതയാണ്. ദെൻ രണ്ടാമതായിട്ട് JRF ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. ദെൻ ഏറ്റവും താഴത്തെ ലെവലിലേക്ക് വരുമ്പോൾ, അതായത് ഏറ്റവും ടോപ്പിൽ JRF ആണ്, അതിന് താഴെ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് സീലിംഗ്, അതിനും താഴെയായിട്ട് നമുക്ക് PhD എൻട്രൻസിനുള്ള കട്ട് ഓഫ് കൂടി കാണാൻ സാധിക്കും. ഓക്കെ, സോ എനിവേ ഇത്രയും കാര്യങ്ങൾ ഈ എക്സാമിനേഷൻ പെർവ്യൂവിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറയാനുണ്ട്. ദെൻ ഇത് കൂടാതെ ആപ്ലിക്കേഷനുള്ള യോഗ്യത കൂടി പറയുകയാണെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ മിനിമം മാർക്കായിട്ടുള്ള ഒരു 55% മാർക്സ് ആണ് ഈ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള മിനിമം യോഗ്യതയായിട്ട് പറയുന്നത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ. അതേപോലെ OBC PWD SC ST കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിൽ 50% എന്നുള്ളതാണ് ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത്. അത് UGC നെറ്റ് എക്സാമിനേഷൻ്റെ 2022 ശേഷം എന്ന് പറയേണ്ട എല്ലാ എക്സാമിനേഷനിലും അതേ ക്രൈറ്റീരിയ ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത്. ദെൻ മാസ്റ്റേഴ്സ് ഡിഗ്രി സെക്കൻഡ് ഇയർ അപ്ലൈ എഴുതുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് സെം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാം. അതിനുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്തതിന് ശേഷം 2 വർഷത്തിനുള്ളിൽ നമുക്ക് ഡിഗ്രി PG ക്വാളിഫിക്കേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അത്രയും മാത്രമേ ഉള്ളൂ. അതായത് നെറ്റ് ഇപ്പോൾ നമ്മൾ ക്വാളിഫൈ ചെയ്തു എന്ന് വിചാരിക്കുക, അത് ആ ഡേറ്റ് എന്നാണോ ആ ഡേറ്റിന് 2 വർഷത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ PG കംപ്ലീറ്റ് ആയിരിക്കണം, പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയിരിക്കണം എന്നുള്ളൊരു ക്രൈറ്റീരിയ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് ഇയർ ഫസ്റ്റ് സെം കഴിയുമ്പോൾ തന്നെ കുട്ടികൾക്ക് നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ജസ്റ്റ് ബേസിക്കലി എന്താണ് ഈ ഒരു എക്സാം എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി നമ്മളെ സംബന്ധിച്ച് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആവുന്നത് ഇതിൻ്റെ സിലബസ് ആണ്. ഓക്കെ, കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ്സോടുകൂടി സിലബസ് അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. സോ പ്രിപ്പറേഷൻ നടത്തുമ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. ആൻഡ് UGC പ്രപ്പോസ് ചെയ്യുന്നു, NTA പ്രപ്പോസ് ചെയ്യുന്നുണ്ട് കുറച്ച് മാറ്റങ്ങൾ. ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് മേജർ ചേഞ്ചസ് ആയിരിക്കില്ല, അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ബിക്കോസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സബ്ജക്റ്റ് അവിടെ ഉണ്ടാവും. അതിനകത്തുള്ള ഏരിയാസിൽ യാതൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സബ്ജക്റ്റ് അവിടെ ഉണ്ടാവും. അതിനകത്തുള്ള ഏരിയാസിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് വരുത്താനാണ് സാധ്യത കൂടുതൽ. അങ്ങനെയുള്ള ബേസിക് സബ്ജക്റ്റിൽ വലിയ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. എന്നിരുന്നാൽ കൂടിയും സിലബസ് വൈസ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. മാറ്റം എന്താണോ വരുന്നത് അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ സിലബസിൽ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, സോ നിലവിൽ എക്സിസ്റ്റിംഗ് സിലബസ് അനുസരിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ നമുക്ക് നടത്താം. ഓക്കെ, ഫോളോ ചെയ്യുന്നുണ്ടല്ലോ? എല്ലാവർക്കും ഓഡിബിൾ ആണല്ലോ? ഇഷ്യൂസ് ഒന്നുമില്ലല്ലോ? No, sir. Okay, so let's continue.
ഫസ്റ്റ് തിങ് ഈ ഒരു എക്സാമിനേഷൻ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സിലബസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, ആസ് ഐ സെഡ്. സോ നിലവിൽ നമ്മൾ 2023 2024 സിലബസ് നോക്കുകയാണെങ്കിൽ അവിടെ 82 സബ്ജക്റ്റുകളാണ് വരുന്നത്. ഈ 82 സബ്ജക്റ്റുകൾക്കും ജനറൽ പേപ്പർ കോമൺ ആയിട്ടുള്ള സിലബസ് ആണ് തന്നിരിക്കുന്നത്. സോ ജനറൽ പേപ്പറിലേക്ക് വരുമ്പോൾ എക്സാം പാറ്റേൺ പറയുകയാണെങ്കിൽ എക്സാം പാറ്റേണിൽ 2 പേപ്പേഴ്സാണ്, ആസ് യു നോ. ജനറൽ പേപ്പർ ആൻഡ് സബ്ജക്ട് പേപ്പർ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസും ഉണ്ടാകും. ലാസ്റ്റ് ടൈം ഇപ്പോൾ റീസെന്റ് കണ്ടക്ട് ചെയ്തൊരു എക്സാമിനേഷൻ ആക്ച്വലി എന്താണ് CBT നിന്ന് മാറ്റി, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റിൽ നിന്ന് മാറ്റിയിട്ട് OMR ഷീറ്റ് വഴിയുള്ള എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് കണ്ടക്ട് ചെയ്തതിന് ശേഷം നിലവിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുകയും ആ എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റിലേക്ക് പോവുകയാണ്. ഓക്കെ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് ടൈമാണ്. ഒരുപാട് ഓരോ ഈ 82 സബ്ജക്റ്റുകൾക്ക് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അതിനുവേണ്ടി ഓൾമോസ്റ്റ് 15 ഡേയ്സോളമാണ് UGC അലോട്ട് ചെയ്യേണ്ടി വരിക. ഓക്കെ, ഇത്രയും ദിവസങ്ങൾ അലോട്ട് ചെയ്തിട്ട് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കണം എക്സാമിനേഷൻ ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്ന ലക്ഷ്യത്തോടു കൂടി കംപ്ലീറ്റ്ലി OMR ടൈപ്പ് പേപ്പറിലേക്ക് പോയിരുന്നത്. പക്ഷെ അതിന് ഫേസ് ചെയ്ത ഒരുപാട് പ്രശ്നങ്ങൾ വീണ്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേൺ വെച്ചുകൊണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആകുമ്പോൾ നമ്മുടെ മുമ്പിൽ നോർമലി അല്ലാത്ത എക്സാമിനേഷൻ സെയിം രീതിയിലാണ്. എന്നിരുന്നാൽ കൂടിയും 3 hour ഡ്യൂറേഷൻ നമുക്ക് കിട്ടുന്നു. ആ 3 hour ഡ്യൂറേഷനിൽ ആദ്യം തന്നെ നമ്മുടെ 2 പേപ്പേഴ്സും അവൈലബിൾ ആയിരിക്കും. അതായത് 2 ടാബുകളിലായിട്ട് ജനറൽ പേപ്പറും അതേപോലെ പേപ്പർ 2 സബ്ജക്ട് പേപ്പറിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആയിരിക്കും. അതിൽ ഏത് വേണമെങ്കിലും ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതിൽ ഫസ്റ്റ് പേപ്പറിന് വേണ്ടി ആദ്യത്തെ 1 മണിക്കൂർ എന്ന് പറയുന്ന ക്രൈറ്റീരിയ ഒന്നുമില്ല. അത് മുമ്പ് അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. 2018 2019 വർഷം വരെ സബ്ജക്ട് നമുക്ക് ആദ്യം പേപ്പർ 1 എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യും, അതിനുശേഷമാണ് പേപ്പർ 2 എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമുക്ക് ടാബിൽ അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് ഏതാണോ നമുക്ക് ചെയ്യാൻ ആഗ്രഹം അത് നമുക്ക് ആദ്യം ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ഏരിയ നമുക്ക് ആദ്യം ചെയ്യണം, അത് മാത്രം ചെയ്തിട്ട് സെക്കൻഡ് പേപ്പറിലേക്ക് പോകാം. അങ്ങനെ മിക്സ് ആയിട്ടൊക്കെ ചെയ്യാൻ. ടോട്ടൽ ഡ്യൂറേഷൻ ആണ് 3 hour. ഓക്കെ, ടോട്ടൽ 3 hours ആണ് ഡ്യൂറേഷൻ വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. ദെൻ മാർക്സ് എടുക്കുമ്പോൾ ടോട്ടൽ 300 മാർക്സിനാണ് ഈ എക്സാമിനേഷൻ വരുന്നത്. 300 മാർക്സിൽ 100 മാർക്സ് ജനറൽ പേപ്പറുമായി ബന്ധപ്പെട്ടും 200 മാർക്സ് പേപ്പർ 2 നമ്മളുടെ സബ്ജക്റ്റ് ഏതാണോ ആ പേപ്പറുമായി ബന്ധപ്പെട്ടുമാണ് വരുന്നത്. ഇതിൽ തന്നെ എല്ലാ സബ്ജക്റ്റുകളിലെയും ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ നോർമലി ഇഫ് യു ക്യാൻ സ്കോർ മോർ ദാൻ 160, നോർമൽ കട്ട് ഓഫ് ആണ്, നോർമൽ 160 സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ there is a high chance that you will qualify. ഓക്കെ, 160 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണ്? ഇറ്റ്സ് ഓൾമോസ്റ്റ് 53 or 50, ഒരു 165 വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു 55% നമ്മൾ സ്കോർ ചെയ്യേണ്ടത് മിനിമം മാർക്ക്. ഓക്കെ, ആ കട്ട് ഓഫ് ഉയർന്നു കഴിഞ്ഞാൽ മാക്സിമം ഒരു 60% വരെ നെറ്റിന് കട്ട് ഓഫ് ഉയരാറുണ്ട്. ഓൺ ആൻ ആവറേജ് എല്ലാ സബ്ജക്റ്റുകൾക്കും ഡിഫറൻ്റ് ആയിരിക്കും. എന്നിരുന്നാൽ കൂടി എല്ലാ സബ്ജക്റ്റുകളുടെയും ഒരു ആവറേജ് എടുത്തു പറയുകയാണെങ്കിൽ ഈ പറയുന്ന 55 to 60% ആണ് നെറ്റിന് ഓക്കെ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിനുള്ള യോഗ്യതയായിട്ട് പറയാറ്. അതിന് മുകളിലേക്ക് ഒരു 5% അഡീഷണൽ കട്ട് ഓഫ് വയ്ക്കുകയാണെങ്കിൽ JRFനുള്ള യോഗ്യതയായിട്ട് പറയാം. ഓക്കെ, അത് കൂടാതെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന PhD എൻട്രൻസ് ആണെങ്കിൽ അതിന്റെ കട്ട് ഓഫ് എത്രയാണെന്നുള്ളത് നമുക്ക് വ്യക്തമായ യാതൊരു ധാരണയുമില്ല. എന്തായാലും ഒരു 10% ബിലോ വരെ നമുക്ക് കൂട്ടാം. കട്ട് ഓഫ് അങ്ങനെ വരാനാണ് ചാൻസ്. 10% നെറ്റിന്റെ കട്ട് ഓഫിന്റെ ഒരു 10% കുറവായിരിക്കും, 10% വരെ താഴെയായിരിക്കും ഈ പറയുന്ന PhD എൻട്രൻസിന്റെ കട്ട് ഓഫ് വരുന്നത്. ഓക്കെ, സോ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട ആ രീതിയിലാണ്. ജനറൽ പേപ്പറിനെ പറ്റി മാത്രമാണ് നമ്മൾ ഇത് സംസാരിക്കുക. അപ്പോൾ ജനറൽ പേപ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓർക്കേണ്ടത് നമ്മൾ എപ്പോഴും ടാർഗറ്റ് ചെയ്യേണ്ട സ്കോർ എന്ന് പറയുന്നത് 70 ആണ്. ഓക്കെ, വൈ 70 എന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്, ബട്ട് നമ്മൾ അത് അറ്റൈൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് സർട്ടൻ ദാറ്റ് വി ക്വാളിഫൈ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 70 ആണ് നമ്മളുടെ ടാർഗറ്റ്. 70+ സ്കോർ ചെയ്യുന്നവരുണ്ട്. നമ്മളുടെ ബാച്ചിൽ തന്നെ കഴിഞ്ഞ വർഷം ഒരു സ്റ്റുഡൻറ്റ് 78 സ്കോർ ചെയ്തിരുന്നത്. ദാറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി വളരെ ഹൈ സ്കോറാണ്. 78 എന്നൊക്കെ പറയുമ്പോൾ 39 റൈറ്റ് ആൻസേഴ്സ് ആണ്. അത്രയും സ്കോർ ചെയ്യാന്ന് പറയുന്നത് വളരെ ഹൈ സ്കോറാണ്. എന്നാൽ നമ്മുടെ ടാർഗറ്റ് ഈസ് ഓൾവേസ് 70. ഓക്കെ, 60+ ചെയ്ത് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേപ്പർ 2 സ്കോർ വെച്ചുകൊണ്ട് പാസ്സാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ 60+ ആണെങ്കിൽ ഓക്കെ, 70 ഈസ് അവർ ടാർഗറ്റ്. ഇങ്ങനെയായിരിക്കണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സോ ജനറൽ പേപ്പറിൽ 50 ക്വസ്റ്റ്യൻസ് 100 മാർക്ക്, പേപ്പർ 2 100 ക്വസ്റ്റ്യൻസ് 200 മാർക്ക്, ടോട്ടൽ 200 മാർക്സിനാണ് എക്സാമിനേഷൻ. നിലവിൽ ഒരു നെഗറ്റീവ് മാർക്കിങ്ങും ഇല്ലാത്തൊരു എക്സാമിനേഷനാണ് നെറ്റ് എക്സാമിനേഷൻ.
ഓക്കെ, ഇനി സബ്ജക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 10 സബ്ജക്റ്റുകളാണ് നിലവിലത്തെ സിലബസ് പ്രകാരം നമുക്കുള്ളത്. ഈ സബ്ജക്റ്റുകളിലൊന്നും മാറ്റം വരാൻ അധികം ചാൻസ് ഇല്ലെങ്കിലും ചില ഏരിയാസിൽ ചില ചേഞ്ചസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ലൈക്ക് ലോജിക്കൽ റീസണിംഗിൽ ഇന്ത്യൻ ലോജിക് എന്ന് പറയുന്ന ഏരിയ ഉണ്ട്, ചിലപ്പോൾ മാറ്റങ്ങൾ വരാം. അതേപോലെ തന്നെ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഏരിയയിലും ചില മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതർവൈസ് ബാക്കിയുള്ളതെല്ലാം ബേസിക് സബ്ജക്ട്സ് ആണ്. അവയെല്ലാം ഈ ഒരു എക്സാമിനേഷനിലും കണ്ടിന്യൂ ചെയ്യും. സിലബസ് ചേഞ്ച് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഞാനിത് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും പറയുന്നത്. എനിവേ 10 ടോപ്പിക്കുകൾ: ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കോംപ്രിഹെൻഷൻ, കമ്മ്യൂണിക്കേഷൻ, മാത്തമാറ്റിക്കൽ റീസണിംഗ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, ദെൻ ലോജിക്കൽ റീസണിംഗ്, ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. സോ ദീസ് ആർ ദി 10 ടോപ്പിക്സ്. ഈ 10 ടോപ്പിക്കുകളിൽ നിന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് 5 ക്വസ്റ്റ്യൻസ് വീതമാണ്. സോ 10 ടോപ്പിക്കുകളിൽ 5 ക്വസ്റ്റ്യൻസ് വീതം, ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം. ടോട്ടൽ ഓരോ ഏരിയയിൽ നിന്നും 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണ് 100 മാർക്സ് എന്നുള്ള ആ ഒരു സീലിംഗ് പറയുന്നത്. ഇതിൽ തന്നെ ചില വർഷങ്ങളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ ചില വർഷങ്ങളിൽ ചിലപ്പോൾ ICT നിന്ന് ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ചോദിച്ചെന്നിരിക്കും. ആ വർഷം ചിലപ്പോൾ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് ഒരു ക്വസ്റ്റ്യൻ കൂടുതൽ വരാം. അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. അതുകൊണ്ട് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നൊന്നുമില്ല. ഇവിടെ പൂർണ്ണമായിട്ടും എല്ലാ ഏരിയാസിനും ഈക്വൽ വെയിറ്റേജ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഒരു ഏരിയ വിട്ട് കളഞ്ഞിട്ട് ബാക്കിയുള്ള ഏരിയയിൽ സ്കോർ ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനേ ഇവിടെ ഇല്ല. സോ യു ഹാവ് ടു പ്രിപ്പയർ ഫോർ എവരിതിങ്. പറയുന്ന 10 ടോപ്പിക്കിനും നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ഞാൻ ഓരോ സബ്ജക്ട് ബേസ് സിലബസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പായിട്ട് ഈ പെട്ടെന്നൊന്ന് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഈസി ഏരിയാസ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ ഈസ് ദി മോസ്റ്റ് it is the simplest topic when it comes to our paper 1 syllabus. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഇവിടെ നമുക്ക് ജസ്റ്റ് ആ ഒരു ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ, ഒരു തവണ വായിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് 5 റൈറ്റ് ആൻസേഴ്സ് മേടിക്കാൻ പറ്റും. ഡിഫിക്കൽട്ട് അല്ല, വളരെ ഈസിയാണ്. ഇപ്പോൾ നാഷണൽ ലെവൽ എക്സാമിനേഷൻസുകൾ ഏതെടുത്താലും ഏറ്റവും സിമ്പിൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ ചോദിക്കുന്നത് നമുക്കാണ്. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ ഏരിയ. അത് എല്ലാവർക്കും ഈസി ആയിരിക്കും എന്നുള്ളതും ഓർക്കുക. ഈ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ആ ഒരു സിമ്പിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അതുകൊണ്ട് റീഡിംഗ് കോംപ്രിഹെൻഷനിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ 10 മാർക്ക് സ്കോർ ചെയ്യും എന്നുള്ള പ്രതീക്ഷ നമുക്ക് ഉണ്ടാവണം. ദെൻ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അവിടെ പുതിയ ടേംസുകൾ, AI ഒക്കെ വരവോടുകൂടിയുള്ള പുതിയ ടേംസുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദെൻ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ഈ 2 ഏരിയയിലും സിലബസ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സിലബസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈസി ഏരിയാസ് ആണ്. അതേപോലെ കമ്മ്യൂണിക്കേഷൻ അത്ര ഈസിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാൽ കൂടിയും പുതിയ കുറേ ടേമുകളുണ്ട്, ലൈക്ക് കമ്മ്യൂണിക്കേഷൻ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതിലൊക്കെ ഡിഫറെൻറ്റ് മോഡൽസുകൾ കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആ ഏരിയയിൽ നിന്ന് കിട്ടും. ദെൻ കുറച്ച് പ്രാക്ടീസിലൂടെ നമുക്ക് ടാക്കിൾ ചെയ്യാവുന്ന ഏരിയാസ് ആണ് മാത്തമാറ്റിക്കൽ റീസണിങ്. നല്ല പ്രാക്ടീസ് നമുക്കിപ്പോൾ ആവശ്യമാണ്, ബിക്കോസ് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കാണുന്നത്. ദെൻ ലോജിക്കൽ റീസണിങ്, ദാറ്റ് ഇസ് നോട്ട് എ ഡിഫിക്കൽട്ട് ഏരിയ ആസ് സച്ച്. നമുക്ക് വേണമെങ്കിൽ ലോജിക്കൽ റീസണിങ്ങിനെ ഈസി ഏരിയയിൽ പെടുത്താം. ഗീവൺ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട്, ലോജിക്കൽ റീസണിങ്ങിലെ ഏരിയാസ് എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈസി ഏരിയ ആയിട്ട് മാറ്റാവുന്ന ഒരു ഏരിയയാണ് ലോജിക്കൽ റീസണിങ്. ദെൻ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ, ടഫ്, വെരി 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 ടഫ്. ബിക്കോസ് ഗീവൺ ടൈം ഫ്രെയിമിൽ ചെയ്തു തീർക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ റീസെന്റ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസ് എന്നോട് പറഞ്ഞത് തന്നെയാണ്. അതായത് നമ്മൾ വിചാരിക്കുന്ന വേഗതയിൽ ഒരു കാരണവശാലും ഇപ്പോൾ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല. കാൽക്കുലേഷൻസ് ഒക്കെ വളരെ ടഫ് ആവുന്നുണ്ട്. അതായത് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ പ്രധാനമായിട്ട് നമ്മൾ പുതിയ കോളംസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ പുതിയ കോളംസ് ബിൽഡ് ചെയ്യുന്നതിന്റെ നമ്പർ ഇപ്പോൾ കൂടുന്നുണ്ട്. ഓരോ വർഷം കാണുമ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നത് വി ഹാവ് ടു ക്രിയേറ്റ് സംതിങ് എൽസ്. ഗീവൻ ടേബിളിൽ നിന്നും അഡീഷണൽ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ചോദിക്കുന്നത്. അതിനുവേണ്ടി തന്നെ ഓൾമോസ്റ്റ് 30 മിനിറ്റ്സ് നമുക്ക് നഷ്ടമാകും. അതാണ് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ടഫ് ആകാനുള്ള ഒരു മേജർ റീസൺ. പിന്നെ വരുന്നത് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് ആണ്. ഇവിടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നോളജ് ആവശ്യമാണ്. എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ അറിയണം. അതായത് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട്, അതേപോലെ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട്, കാർബൺ ഡൈ ഓക്സൈഡ് എമിഷനുമായി ബന്ധപ്പെട്ട റാങ്കിങ്ങും ക്രൈറ്റീരിയാസും, അതേപോലെ അത് കാരണം ഉണ്ടാകുന്ന അസുഖങ്ങളും, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ അപ്ഡേഷൻസും ആവശ്യമാണ്. പിന്നെ വരുന്നത് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അവിടെയും അപ്ഡേഷൻസ് ആവശ്യമാണ്. ലൈക്ക് NEP, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്, നിലവിലുള്ള എഡ്യൂക്കേഷൻ സ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, പുതിയ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്, ഇവയെല്ലാം നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടും അറിഞ്ഞിരിക്കണം. സോ നക്ഷലിൽ പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസിന്റെ ഭാഗമായിട്ട് വരുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയി പോവുകയാണെങ്കിൽ ഐ ഷോ യു
ഫസ്റ്റ് ടോപ്പിക് ഈസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. സിലബസിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് സിലബസ് നോക്കുകയാണെങ്കിൽ ടീച്ചിങ്ങിന്റെ ബേസിക് കൺസെപ്റ്റുകൾ എല്ലാം വരുന്നുണ്ട്. Can see it here. Concept, objectives, levels of teaching, memory, understanding and reflective level. The learner's characteristics. അതേപോലെ factors affecting teaching relating to teacher, learner, support material, institution facilities, learning environment and institution. Then continue ചെയ്യുകയാണ് methods of teaching in higher institutions of higher learning. അവിടെ തന്നെ ഇപ്പൊ methods of teaching എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് മുമ്പ് കൊടുത്തിരുന്നത് ടീച്ചർ സെന്റേഡ് ആയിട്ടുള്ള ലേണിംഗ് മെത്തേഡ്സിനാണെങ്കിൽ ഇപ്പൊ നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്ന് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ലേണർ സെന്റേഡ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുവാണ്. അപ്പൊ എന്താണ് അഡാപ്റ്റീവ് ടീച്ചിങ്, എന്താണ് റിഫ്ലക്റ്റീവ് ടീച്ചിങ്? അപ്പൊ പല രീതിയിലുള്ള പുതിയ ടീച്ചിങ് മെത്തേഡ്സിനെ പറ്റിയും പുതിയ ടീച്ചിങ് സ്റ്റൈൽസിനെ പറ്റിയും അതിന്റെ ഫീച്ചേഴ്സ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതുകൂടാതെ ഓൺലൈൻ ഓഫ്ലൈൻ ടീച്ചിങ് മെത്തേഡ്സ്, സ്വയംപ്രഭ പോലുള്ള പ്ലാറ്റ്ഫോംസിനെ പറ്റിയും മൂക്കിനെ പറ്റിയും ഒക്കെ അറിഞ്ഞിരിക്കുക. ദെൻ ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം, ട്രഡീഷണൽ, മോഡേൺ ആൻഡ് ICT ബേസ്ഡ്. അതിൽ ICT ബേസ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം ഏതൊക്കെയാണ്? ICT ബേസ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം ഏതൊക്കെ? അത് ലൈക്ക് ഇപ്പോൾ നമ്മൾ പറയുകയാണ് പല രീതിയിലുള്ള ടൂൾസ് നമുക്ക് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് യൂസ് ചെയ്യാൻ സാധിക്കുമല്ലോ. അങ്ങനെയുള്ള ICT ബേസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ടൂൾസ് ഏതൊക്കെയാണ്? അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാറുണ്ട്. ദെൻ ഇവാലുവേഷൻ സിസ്റ്റംസ്, ടീച്ചിങ് ഇവാലുവേഷൻ സിസ്റ്റം, ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്താണ്? അതേപോലെ പുതിയ ഇവാലുവേഷൻ സിസ്റ്റത്തിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്? ഇത്രയുമാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ സിലബസ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ടോപ്പിക് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ഐ വിൽ സേ ദീസ് ആർ ദി 5. ഓക്കെ, 5 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. അത് നമുക്ക് സിലബസ് ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സിൽ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുമ്പോൾ വി വിൽ ഡിസ്കസ് ദിസ് ഇൻ ഡീറ്റെയിൽ. എന്തായാലും ഒരു നക്ഷൽ എന്നുള്ള രീതി പെട്ടെന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ ആദ്യം ലേണർ സെന്റേഡ് മെത്തേഡ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. ലേണർ സെന്റേഡ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ്, അതേപോലെ ICT ബേസ്ഡ് ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം, ദെൻ ഇവാലുവേഷൻ സിസ്റ്റംസ്, ലെവൽസ് ഓഫ് ടീച്ചിങ്, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ഓൺലൈൻ ടീച്ചിങ് മെത്തേഡ്സ്, അതായത് സ്വയംപ്രഭ പോലുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, കുറച്ച് സാമ്പിൾ PYQs കാണിച്ചു തരാം. ലാസ്റ്റ് ഇയർ 2023 ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചാണ് ഈ കാണിച്ചിരിക്കുന്ന PYQs. ജസ്റ്റ് നോക്കുക. അതായത് ഈ ക്വസ്റ്റ്യൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ വന്നിരിക്കുന്നതിനെ പറ്റിയാണ്, ലേണർ സെന്റേഡ് ടീച്ചിങ് മെത്തേഡ്സ്. ഓക്കെ, ദെൻ ടീച്ചിങ് ദാറ്റ് പ്രൊവൈഡ്സ് ഓൾ സ്റ്റുഡൻസ് വിത്ത് ചാലഞ്ചിങ് ഇൻസ്ട്രക്ഷൻ. അതായത് ഇവിടെ അഡാപ്റ്റീവ് ടീച്ചിങ് എന്താണ്? എഗെയിൻ ലേണർ സെന്റേഡ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്. ഓക്കെ, ദെൻ അഡാപ്റ്റീവ് ടീച്ചിങ്, റിസപ്റ്റീവ് ടീച്ചിങ്, ആക്റ്റീവ് ടീച്ചിങ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് സ്റ്റൈൽസിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ആ സ്റ്റൈൽസിനെ ബേസ് ചെയ്ത് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ദെൻ ഈ ക്വസ്റ്റ്യൻ കണ്ടോ, മൈൻഡ് മാപ്പിംഗ് ടൂൾസ് ഏതൊക്കെയാണ്? സോ നമ്മൾ പറഞ്ഞു ICT എഡ്യൂക്കേഷനിൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നതിനെ പറ്റിയുള്ള ധാരണ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിൽ ICT എന്നുള്ള രീതിയിൽ നമുക്ക് മൈൻഡ് മാപ്പിംഗ് ടൂൾസ് ഉപയോഗിക്കാം. ആ മൈൻഡ് മാപ്പിംഗ് ടൂൾസ് ടീച്ചേഴ്സ് ഉപയോഗിക്കണമെന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നു. അതിനെ വെച്ചുകൊണ്ടാണ് ഏതൊക്കെ മൈൻഡ് മാപ്പിംഗ് ടൂൾസ് ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള എബിലിറ്റി ടീച്ചേഴ്സിനുണ്ടാവണം. അതുകൊണ്ടാണ് XMind ഇതിൽ ഏതൊക്കെയാണ് മൈൻഡ് മാപ്പിംഗ് ടൂൾസ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, ദെൻ അതേ രീതിയിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ICT ഇൻ എഡ്യൂക്കേഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഓൺലൈൻ ടൂൾസിനെ പറ്റിയാണ്. അതിന്റെ ഫംഗ്ഷൻസും ഐഡന്റിഫൈ ചെയ്യുക. Edpuzzle is there, MindMeister is there, Google Docs, Mentimeter പോലുള്ള ICT ടൂൾസ് വന്നിട്ടുണ്ട്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യുക. ദെൻ ഇവാലുവേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, അഗെയിൻ ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ടെസ്റ്റ് ഡേറ്റ ബേസ് ചെയ്തിട്ടുള്ള ഇവാലുവേഷൻ എന്താണ്? ഫോർമേറ്റീവ്, സമ്മേറ്റീവ്, നോം റെഫറൻസ് ഇവാലുവേഷൻ, ക്രൈറ്റീരിയ റെഫറൻസ് ഇവാലുവേഷൻ പോലുള്ള ഡിഫറെൻറ്റ് സ്റ്റൈൽസിനെ പറ്റിയാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ദെൻ ലെവൽസ് ഓഫ് ടീച്ചിങ് ലെവൽസ് 3 എണ്ണമാണ്. മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ആൻഡ് റിഫ്ലക്റ്റീവ് ലെവൽ. ഇതിനെ പറ്റിയാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ ജസ്റ്റ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിക്കാനുള്ള കാര്യം ഓർക്കുക, ഇതെല്ലാമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഏരിയാസ്. ആൻഡ് ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടു സ്വയംപ്രഭയെ പറ്റിയൊക്കെ എന്താണെന്ന് നാം ഉപയോഗിച്ചിരുന്നത്. പക്ഷേ റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരുമ്പോൾ സ്വയംപ്രഭയുടെ ചാനൽ നമ്പർ വന്നിട്ട് ഈ ചാനൽ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിളാണിത്. സ്വയംപ്രഭ ചാനൽ നമ്പർ 8, ഫിസിക്കൽ സയൻസ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് റിലേറ്റഡ് സബ്ജക്ട്സ് ഈസ് നെയിംഡ് ആസ്. സ്വയംപ്രഭയിലെ 11 ചാനലുകൾക്ക് നിലവിൽ നെയിം ചെയ്തിട്ടുണ്ട്. ഈ 11 ചാനലുകളുടെ പേര് എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ചാനലുകളുടെ നമ്പറും ചാനലുകളുടെ പേരും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ പഠിക്കേണ്ടതുണ്ട്. സോ പാറ്റേൺ ചേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പാറ്റേൺ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. ഓക്കെ, സോ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഇനി അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ഒന്ന് സിലബസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക.
കൃത്യമായുള്ളൊരു സിലബസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ആ സിലബസിലെ ഓരോ ഏരിയയും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആൻഡ് കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ നമുക്ക് ഇവിടെ ആവശ്യമാണ്. ആൻഡ് റെഗുലർ പ്രാക്ടീസ് ഷുഡ് ബി കണ്ടക്റ്റഡ്. ആൻഡ് ഫൈനലി PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ബേസ് ചെയ്തിട്ട് വേണം നമ്മുടെ ഈ പ്രിപ്പറേഷൻ പോകാൻ. സോ ഇത് ഞാനിപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഏരിയ, ഇത് ഓരോ ടോപ്പിക് ഏരിയയും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നമുക്ക് ആ ഒരു ടോപ്പിക് ഏരിയ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ലെക്ചറിൽ തന്നെ പറയാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ബ്രീഫിംഗ്, ഒരു ഓവറോൾ ബ്രീഫിംഗ് എന്നുള്ള രീതിയിൽ മാത്രമാണ് നടത്തുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട സ്കോർ കൂടി പറയുന്നു. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ റൈറ്റ് ആക്കണം. അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ ശ്രമം നടത്തേണ്ടത്. സോ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഇനി റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ റിസർച്ചുമായി ബന്ധപ്പെട്ട ബേസിക് കൺസെപ്റ്റ്സ് ആണ് സിലബസിൽ പറയുന്നത്. റിസർച്ചിന്റെ മീനിങ്, ടൈപ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, പോസിറ്റിവിസം ആൻഡ് പോസ്റ്റ് പോസിറ്റിവിസം അപ്രോച്ച്, then methods of research, types, then steps in research, thesis and article writing, adaptive and application of ICT in research, then research ethics. ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്സിനെ പറ്റി, റിസർച്ച് ടൈപ്സിനെ പറ്റി ചോദിക്കാറുണ്ട്, റിസർച്ച് എത്തിക്സിനെ പറ്റി ചോദിക്കാറുണ്ട്, എത്തിക്കൽ ആസ്പെക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ടൂൾസിനെ പറ്റി ചോദിക്കാറുണ്ട്, ദെൻ കെയർ ലിസ്റ്റ് പോലുള്ള ലിസ്റ്റുകളെ പറ്റിയും അതേപോലെ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സിനെ പറ്റിയുമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഏരിയയിൽ ചോദിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പറയുകയാണെങ്കിൽ റിസർച്ചിൻ്റെ ടൈപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പോസിറ്റിവിസം ആൻഡ് പോസ്റ്റ് പോസിറ്റിവിസം അപ്രോച്ച് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം, മെത്തേഡ്സ് ഓഫ് റിസർച്ച്, ഫോർമാറ്റ് ആൻഡ് സ്റ്റൈൽസ് ഓഫ് റെഫറൻസിങ്, സ്റ്റെപ്സ് ഇൻ റിസർച്ച്, ദെൻ ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ആൻഡ് റിസർച്ച് എത്തിക്സ്. ജസ്റ്റ് ആ കൺസെപ്റ്റുകളെല്ലാം റിസർച്ചുമായി ബന്ധപ്പെട്ടാണ്. റിസർച്ചിന്റെ ഫാക്കൽറ്റി അത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ഓക്കെ, മൂന്നാമത്തെ യൂണിറ്റ് കോംപ്രിഹെൻഷൻ ആണ്. ആസ് ഐ സെഡ്, ഒരു പാസേജ് നമുക്ക് തന്നിട്ടുണ്ട്. ആ പാസേജിനെ ബേസ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കുക. കോംപ്ലക്സ് ഒന്നുമല്ല, സെയിം വേർഡ്സ് വിൽ ബി റിപ്പീറ്റഡ് ഇൻ ദ പാസേജ് ആസ് വെൽ. നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന അതേ വേർഡുകൾ തന്നെ പാസേജിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പോൾ UPSC ലെവലുള്ള ഒരു എക്സാമിനേഷൻ നോക്കുന്നത് പോലൊന്നുമല്ല, നമുക്ക് ഡയറക്റ്റ്ലി ഐഡന്റിഫൈ ചെയ്യാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് കോംപ്രിഹെൻഷൻ ഏരിയയിൽ വരുന്നത്. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസും ഡയറക്ട്ലി റിലേറ്റിംഗ് ടു ദി പാസേജ് ആയിരിക്കും. ഇതുവരെയുള്ള എല്ലാ എക്സ്പീരിയൻസും, ഇപ്പോൾ റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരെ എല്ലാ ക്വസ്റ്റ്യൻസും ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത്തരത്തിലുള്ളൊരു പാസേജ് ആയിരിക്കും നമുക്ക് തരിക, 1-2 പാരഗ്രാഫ് ഉള്ള പാസേജ്. അതിൽ തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ അതിനകത്ത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദി ന്യൂ മിഡിൽ ക്ലാസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഗ്ലോബൽ ക്യാപിറ്റലിസം ആണ്. ഓക്കെ, ആ ആൻസർ യു ക്യാൻ സീ ഇറ്റ് ഡയറക്ട്ലി ഇൻ ദി പാസേജ് ഇറ്റ്സെൽഫ്. അപ്പോൾ പാസേജിന്റെ സമ്മറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത് ട്രാൻസ്നാഷണൽ ക്യാപിറ്റലിസത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ പാസേജ് ഒരു തവണ വായിച്ചാൽ തന്നെ എന്താണ് ഈ കോണ്ടെക്സ്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിൽ ഡയറക്ട്ലി ഗീവൺ ആണ് ഓരോ ക്വസ്റ്റ്യൻസും. ഓക്കെ, സോ ജസ്റ്റ് പറയുന്നു, അത് റീഡിംഗ് കോമ്പിനേഷൻ ഏരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇനി നാലാമത്തെ യൂണിറ്റ് വരുന്നത്, ഓക്കെ, സോ നാലാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ആണ് ഏരിയ. കമ്മ്യൂണിക്കേഷൻ ഏരിയയിൽ വരുന്ന സിലബസ് പറയുന്ന കാര്യങ്ങൾ, ഒന്ന് കമ്മ്യൂണിക്കേഷൻ മീനിങ്, ടൈപ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, വെർബൽ ആൻഡ് നോൺ വെർബൽ, ഇന്റർ കൾച്ചറൽ ആൻഡ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, ഡിഫറെന്റ് കമ്മ്യൂണിക്കേഷൻ ടൈപ്സിനെ പറ്റിയും, ദെൻ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്, മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി. സോ ദീസ് ആർ ദി ഏരിയാസ്. സിലബസ് വളരെ ഷോർട്ടാണ്, വളരെ കുറച്ച് ഏരിയാസ് മാത്രമേ പറയുന്നുള്ളൂ. അതിൽ തന്നെ വളരെ ഡീപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കമ്മ്യൂണിക്കേഷനെ പ്രതീക്ഷിക്കാം. ലൈക്ക് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോക്കസ് ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കമ്മ്യൂണിക്കേഷൻ മോഡൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലീനിയർ, ഇന്ററാക്റ്റീവ്, ട്രാൻസാക്ഷണൽ മോഡൽസിനെ പറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ദെൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ടൈപ്സ്, അനദർ ഇമ്പോർട്ടൻ്റ് ഏരിയ, ടൈപ്സ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഓഡിബിൾ ആണോ? കണക്ഷനിൽ ഒരു ചെറിയ ഇഷ്യൂ വന്നതാണ്. ഓഡിബിൾ? ഓക്കെ, സോ ഞാൻ ആക്ച്വലി പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ മോഡൽസിനെ പറ്റിയാണ്. ഇപ്പോൾ റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ മോഡൽ മാറിയിട്ടുള്ളത്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാരിയേഴ്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അതുകൂടാതെ ബാരിയേഴ്സിന്റെ ഒരു ഓർഡർ വരെ ചോദിച്ചിട്ടുണ്ട്. അതായത് ബാരിയേഴ്സ് അഫക്റ്റ് ചെയ്യുന്ന ഓർഡർ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് വരെ റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും
വളരെ ഈസി ഒന്നുമല്ല, അങ്ങനെ ഒരു ഓർഡർ ഒരിടത്തും ഡിഫൈൻ ചെയ്തായിട്ടും കാണുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഒരു ഡിഫിക്കൽട്ട് ഏരിയ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ മാറാനുള്ള ഒരു റീസൺ അത് തന്നെയാണ്. ടഫ് ആക്കാൻ വേണ്ടിയുള്ള ശ്രമം കമ്മ്യൂണിക്കേഷൻ ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ദെൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ടൈപ്സ്, മാസ് മീഡിയ ആൻഡ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ലൈക്ക് അവിടെയുള്ള കമ്മ്യൂണിക്കേഷൻ മോഡൽസിനെ പറ്റി, പബ്ലിസിറ്റി, പ്രൊപ്പഗൻഡ, പബ്ലിക് റിലേഷൻ പോലുള്ള കമ്മ്യൂണിക്കേഷൻ മോഡ്സിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനും വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ദെൻ കുറച്ച് എക്സാമ്പിൾസും കൂടെ കാണാം. ലീനിയർ കമ്മ്യൂണിക്കേഷൻ മോഡലിനെ പറ്റിയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ കീ ഫീച്ചേഴ്സ് ഓഫ് ലീനിയർ കമ്മ്യൂണിക്കേഷൻ? ഓക്കെ, സോ ഇവിടെ ഓർക്കേണ്ടത് ഇത്തരം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. അതായത് ഏതെങ്കിലും ഒരു മോഡലിനെ പറ്റി ചോദിച്ചിട്ട് അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. മൾട്ടിപ്പിൾ ഓപ്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ വരുന്നത് കമ്മ്യൂണിക്കേഷൻ ഏരിയയിലാണ്. ഓക്കെ, സോ അഗെയിൻ നോൺ വെർബൽ ക്യൂസ് എന്താണ്? സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ പ്രതീക്ഷിക്കുക. ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ പ്രൊപ്പഗൻഡയുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ. സോ ഇത്തരം സെയിം ഏരിയ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതായിട്ട് കാണാം. സോ ഇവിടെയും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് PYQസിനാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കൃത്യമായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ കമ്മ്യൂണിക്കേഷൻ ഏരിയ ടാക്കിൾ ചെയ്യാൻ സാധിക്കും. എന്നാലും അവിടെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 3 റൈറ്റ് ആൻസേഴ്സ് ആണ്. ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ് 5ൽ 5 സ്കോർ ചെയ്യുക അല്ലെങ്കിൽ 5ൽ 4 റൈറ്റ് ആൻസേഴ്സ് നേടിയെടുക്കുക എന്ന് പറയുന്നത് ഈ ഏരിയയിൽ വളരെ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാവുന്നത് 3 റൈറ്റ് ആൻസേഴ്സ് ആണ്. ഓക്കെ, ദെൻ അടുത്തത് 5th ടോപ്പിക് ഈസ് മാത്തമാറ്റിക്കൽ റീസണിങ്. സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് റീസണിങ്, ദെൻ നമ്പർ സീരീസ്, ലെറ്റർ സീരീസ്, കോഡ്സ് ആൻഡ് റിലേഷൻഷിപ്പ്. അതാണ് ഫസ്റ്റ് ഏരിയ, മാത്തമാറ്റിക്കൽ റീസണിങ് ഏരിയ. രണ്ടാമതായിട്ട് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഏരിയാസ് ദെയർ. അവിടെ ഫ്രാക്ഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, റേഷ്യോ, പ്രപ്പോർഷൻ, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടിങ്, ആവറേജസ് എക്സെട്ര. ഇതിൽ ഇന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്നാണ്. അതായത് 2020 വരെയൊക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരുന്നത് മാത്തമാറ്റിക്കൽ റീസണിങ് ഏരിയയിലാണ്. നമ്പർ സീരീസ്, ലെറ്റർ സീരീസ്, കോഡ്സ് ആൻഡ് റിലേഷൻഷിപ്പ് ആയിരുന്നു ക്വസ്റ്റ്യൻസ് പൂർണ്ണമായിട്ട് വന്നിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഏരിയയിലാണ്. റിപ്പീറ്റഡ് ആയിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നത് ഇപ്പോൾ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടിങ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്, അതേപോലെ റേഷ്യോ, ഫ്രാക്ഷൻ തുടങ്ങിയിട്ടുള്ള ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൽ തന്നെ ഇപ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ സീരീസ് കംപ്ലീഷൻ നോർമലി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. Then codes and relationship, profit and loss, then interest and discounting, fraction, time, distance and ratio. So these are the most important topics. Okay, so examples കൂടെ കാണാം. ഒരു സീരീസ് കംപ്ലീഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, ദെൻ അതേപോലെ കോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു എക്സാമ്പിൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ദിസ് ഈസ് ലൈക്ക് ഒരു റിലേഷനുമായി ബന്ധപ്പെട്ട റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, ഫ്രാക്ഷൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. സോ ഇത്തരം ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഞാനതെല്ലാം ചെയ്തൊന്നും കാണിക്കുന്നില്ല, അതെല്ലാം നമുക്ക് സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഐഡിയ കിട്ടുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സോ സിലബസിൽ ഏതൊക്കെ ടോപ്പിക്കാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ടോപ്പിക്സ് വൈസ് പ്രോബ്ലംസ് ചെയ്തു പോവുകയാണ് ഏറ്റവും നല്ല വേ. അതിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക. ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്കൽ റീസണിങ് നമുക്ക് ഈസിയാക്കി മാറ്റാം. ഓക്കെ, ദെൻ ഇവിടെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഫോർ റൈറ്റ് ആൻസേഴ്സ് ആണ്. ഓക്കെ, 5ൽ 4 റൈറ്റ് ആൻസേഴ്സ് നമുക്ക് മേടിക്കാൻ സാധിക്കും. ഒരു ക്വസ്റ്റ്യൻ നോർമൽ സിറ്റുവേഷനിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ടഫായിരിക്കും. അത് ചിലപ്പോൾ പ്യുവർ മാത്സ് ആയിരിക്കാം, ലൈക്ക് ക്യൂബും അതേപോലെ ചില ഷേപ്സിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനും അതേപോലെ ചില ഷേപ്സിൻ്റെ വോളിയം കണ്ടുപിടിക്കാനും ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത് വളരെ റെയർ ആയിട്ടാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതുകൊണ്ടാണ് 4 ഔട്ട് ഓഫ് 5 എന്ന് പറഞ്ഞത്. അതർവൈസ് സിലബസ് പ്യുവർ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ രീതിയിലും 4 റൈറ്റ് ആൻസേഴ്സ് എന്തായാലും മേടിക്കാൻ സാധിക്കും. ദെൻ അടുത്തത് ലോജിക്കൽ റീസണിങ്. ലോജിക്കൽ റീസണിങ്ങിന് 2 പാർട്സ് ഉണ്ട്. ഒന്നാമത്തെ പാർട്ട് വെസ്റ്റേൺ ലോജിക് ആണ്. അതായത് അവിടെ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ദി സ്ട്രക്ചർ ഓഫ് ആർഗ്യുമെന്റുമായി ബന്ധപ്പെട്ട ബേസിക് അണ്ടർസ്റ്റാൻഡിങ്, ആർഗ്യുമെന്റ് ഫോംസ്, സ്ട്രക്ചർ ഓഫ് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ, എന്താണ് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം, മൂഡ് ആൻഡ് ഫിഗർ, കൺസെപ്റ്റ് എന്താണ്, അതേപോലെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഫാലസീസ്. ഫാലസീസ് എന്ന് പറഞ്ഞാൽ എറർ ഇൻ റീസണിങ് ആണ്. റീസണിങ്ങിൽ വരുന്ന ഈ എറർ ഏതൊക്കെ ടൈപ്സ് ഉണ്ട്? ദർ ആർ ഫോർമൽ ഫാലസീസ് ആൻഡ് ഇൻഫോർമൽ ഫാലസീസ്. ഫോർമൽ ഫാലസീസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കൂടുതൽ കണ്ടത്, ലാസ്റ്റ് ഇയറിൽ കൂടുതൽ കണ്ടത്. ഇൻഫോർമൽ ഫാലസീസ് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. സോ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഫാലസീസ് കൃത്യമായിട്ട് നമ്മൾ അറിയണം.
Then language usage, connotation and denotation, classical score of position, very 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 important. എന്താണ് ക്ലാസിക്കൽ സ്കോർ ഓഫ് പൊസിഷൻ, അതിന്റെ മീനിങ് എന്താണ്, അതിൽ നിന്നും ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതെല്ലാം നമുക്ക് സബ്ജക്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദെൻ വെൻ ഡയഗ്രം, വെൻ ഡയഗ്രം വരച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് സിലോജിസം സോൾവ് ചെയ്യാം, അതാണ് അറിയേണ്ടത്. ദെൻ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ലോജിക്കാണ്. വെസ്റ്റേൺ ലോജിക്ക് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഇന്ത്യൻ ലോജിക്കുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ്. സോ മീൻസ് ഓഫ് അറ്റൈനിങ് നോളജ്, അതായത് പ്രമാണ എന്താണ്. പ്രമാണ 6 തരത്തിലുണ്ട്. ഈ ഓരോ പ്രമാണയും കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്. ലൈക്ക് പ്രത്യക്ഷ, അനുമാന, അർത്ഥപത്തി, അനുപലബ്ധി, ശബ്ദ, ഇവ എന്താണ്. ഈ ഓരോ പ്രത്യക്ഷയും വഴി എങ്ങനെയാണ് നമ്മൾ നോളജ് അക്യൂർ ചെയ്യുന്നത്, അതിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാം. അതെല്ലാം കൺസെപ്റ്റ്സ് ആണ്. ലൈക്ക് ഒരു 10 പേജസ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ആ കാര്യം കഴിഞ്ഞു. അത് പഠിക്കാത്തത് കൊണ്ടാണ് പലർക്കും ഇന്ത്യൻ ലോജിക്ക് വളരെ ഡിഫിക്കൽട്ട് ആവുന്നത്. ഇന്ത്യൻ ലോജിക്ക് വളരെ ഈസിയാണ്. പ്രത്യക്ഷ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യക്ഷ എന്ന് പറയുന്നത് സെൻസ് ഒബ്ജക്റ്റ് ഇന്ററാക്ഷൻ വഴി നേടിയെടുക്കുന്ന നോളജാണ്. നമ്മളൊരു കാര്യത്തെ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷയാണ്. അതായത് ഒരു കാര്യത്തെ നമ്മൾ കണ്ടറിയുന്നു, കേട്ടറിയുന്നു, മണത്തറിയുന്നു, രുചിച്ചറിയുന്നു, ഇതാണ് പ്രത്യക്ഷ. അനുമാന എന്ന് പറഞ്ഞാൽ മലയാളത്തിലുള്ള അനുമാനം തന്നെ, അനുമാനിക്കുക, റൈറ്റ്. അതായത് നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു നോളജിൽ നിന്നും പുതിയൊരു കാര്യം നമ്മൾ അനുമാനിക്കുകയാണ്. കാർമേഘം മൂടി നിന്നാൽ മഴ പെയ്യുമെന്ന് നമുക്കറിയാം. ആ ഒരു നോളജിൽ നിന്നും കാർമേഘം മൂടി നിപ്പുണ്ട്, അപ്പൊ മഴ പെയ്യും എന്ന് അനുമാനിക്കുകയാണെങ്കിൽ അതാണ് അനുമാന. സോ രണ്ടാമത്തെ പ്രത്യക്ഷ എന്ന് പറയുന്ന അനുമാനയാണ്. അതേപോലെ ഉപമാന, കമ്പാരിസൺ, ഒന്നിനെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ നേടിയെടുക്കുന്ന നോളജാണ് ഉപമാന. നമ്മൾ മലയാളത്തിൽ ഉപമ എന്ന് പറയുന്ന വൃത്തമൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ടാകാം. ഉപമ, റൈറ്റ്? ഉപമ വൃത്തമല്ലേ, സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, എന്തായാലും ഉപമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് നേടിയെടുക്കുന്ന നോളജാണ് ഉപമിക്കുക എന്ന് നമ്മൾ പറയില്ലേ. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം, രാജാവിന് ചന്ദ്രനെ പോലെയാണ് അദ്ദേഹത്തിന്റെ മുഖം എന്ന് നമ്മൾ ഉപമിക്കുന്നു. നമ്മളുടെ കാഴ്ചപ്പാടിൽ നിന്നും നമ്മൾ നേടിയെടുക്കുന്ന നോളജാണ്. നമ്മളുടെ അസംഷൻ, നമ്മളുടെ ചിന്താഗതിയിൽ നിന്നും അദ്ദേഹത്തിന്റെ മുഖം കണ്ടപ്പോൾ ചന്ദ്രനെ പോലെ നമുക്ക് തോന്നി. അങ്ങനെ നമ്മൾ നേടിയെടുക്കുന്ന നോളജിനെയാണ് ഉപമാന എന്ന് പറയുന്നത്. അതേപോലെ അർത്ഥപത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസംഷൻ വെച്ചുകൊണ്ട് നേടിയെടുക്കുന്ന നോളജാണ് അർത്ഥപത്തി. അനുപലബ്ധി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഇല്ല എന്നുള്ള തിരിച്ചറിവിനെയാണ് അനുപലബ്ധി എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി സോഴ്സസ് ഓഫ് ഗെറ്റിംഗ് നോളജ്. അതിനെയാണ് ഇന്ത്യൻ ലോജിക്ക് പ്രകാരം പ്രമാണാസ് എന്ന് പറയുന്നത്. പ്രമാണ, സോഴ്സസ് ഓഫ് അറ്റൈനിങ് നോളജ്. ആ പ്രമാണാസ് 6 തരത്തിലുണ്ട്. ഈ 6 തരത്തിലുണ്ടെന്നുള്ള നോളജ് തന്നെ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു 2 മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഒരു പ്രമാണയെ പറ്റി റൈറ്റ് അവേ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് സെൻസ് ഒബ്ജക്റ്റ് ഇന്ററാക്ഷൻ എഴുതിയെടുക്കുന്ന നോളജ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രത്യക്ഷയാണ്. ഓക്കെ, അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ലോജിക്ക് പ്രകാരം ഏത് പ്രമാണയാണ് ഗോഡിന്റെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ദൈവത്തിന്റെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രമാണം ഏതാണ്? അത് അനുമാനയാണ്. ഒരു കോസിന് എഫക്റ്റ് ഉണ്ടെങ്കിൽ ഈ നമ്മളെന്ന് പറയുന്ന കോസിന്റെ എഫക്റ്റ് എന്ന് അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന ഈ എഫക്റ്റിന്റെ കോസ് എന്ന് പറയുന്ന ദൈവമായിരിക്കും എന്ന് അസ്യൂം ചെയ്യുന്ന രീതിയിൽ അങ്ങനെ റിലേഷനിലൂടെ നമ്മൾ ഫൈനലി കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഗോഡിന്റെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനെയാണ് അനുമാന എന്ന് പറയുന്നത്, അനുമാനിക്കുക. അതേപോലെ ഉപമാന. ഈ കൺസെപ്റ്റുകളെല്ലാം കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഈ ഏരിയയിൽ നിന്ന് ഉറപ്പായിട്ട് നമുക്ക് 2 മാർക്സ് കിട്ടും. നോർമലി ദർ വിൽ ബി 2 or 3 ക്വസ്റ്റ്യൻസ് ഫ്രം ഇന്ത്യൻ ലോജിക്. ഇന്ത്യൻ ലോജിക് ഇസ് നോട്ട് എ ഡിഫിക്കൽട്ട് ഏരിയ. അതാണ് ഞാൻ ഇത് പറയാനുള്ള കാരണം. അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയ ഒന്നുമല്ല. എന്താണ് ആ കൺസെപ്റ്റ്സ്, ആ വേർഡിന്റെ മീനിങ്ങുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്തായാലും കിട്ടും. ഓക്കെ, ദെൻ ഇവിടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പറയുകയാണെങ്കിൽ ഒന്ന് ഫാലസി ആണ്. ഫാലസി എന്ന് പറഞ്ഞാൽ ആസ് ഐ സെഡ് എറർ ഇൻ റീസണിങ്ങിൽ വരുന്ന എററിനെയാണ് ഫാലസീസ് എന്ന് പറയുന്നത്. ഫാലസീസ് ഈ വെസ്റ്റേൺ ലോജിക്ക് പ്രകാരം 2 തരത്തിലുള്ള ഫാലസീസ് ഉണ്ട്. ഫോർമൽ ഫാലസീസും ഇൻഫോർമൽ ഫാലസീസും. ഫോർമൽ ഫാലസീസ് ഒരു 6 ടൈപ്പ് ഉണ്ട്. ഇൻഫോർമൽ ഫാലസീസ് ഒരു 100 എബോവ് ടൈപ്സ് ഉണ്ട്. അതിൽ ഇൻഫോർമൽ ഫാലസീസ് ഒരു 20 എണ്ണം നമ്മൾ അറിഞ്ഞിരിക്കണം. ഫോർമൽ ഫാലസീസ് 6 എണ്ണം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇന്ത്യൻ ലോജിക്ക് പ്രകാരവും ഫാലസീസ് ഉണ്ട്. അതിനെ നമ്മൾ ഹേത്വഭാഷ എന്ന് പറയും. ഹേത്വഭാഷ ഫാലസിയാണ്. അതായത് എറർ ഇൻ റീസണിങ്ങിൽ വരുന്ന മിസ്റ്റേക്കുകളെയാണ് ഫാലസി എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഹേതുഭാഷ. ഇന്ത്യൻ ലോജിക്ക് പ്രകാരം ഒരു 5 ഹേതുഭാഷയുണ്ട്. അപ്പൊ 5 ഇന്ത്യൻ ലോജിക്ക് പ്രകാരം വേണം. വെസ്റ്റേൺ ലോജിക്ക് പ്രകാരം ഒരു 25 പഠിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഫാലസീസ് കംപ്ലീറ്റ് ആണ്. ദെൻ ക്ലാസിക്കൽ സ്കോർ ഓഫ് ഓപ്പോസിഷൻ.
വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ കൺസെപ്റ്റ് ആണ്. നമുക്ക് ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. പക്ഷേ യു വിൽ ഗെറ്റ് 1 മാർക്ക്, 2 മാർക്സ്, സോറി, 1 റൈറ്റ് ആൻസർ, 2 മാർക്സ് ഉറപ്പായിട്ട് കിട്ടുന്ന ഏരിയയാണ്. ദെൻ പ്രമാണം. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ് പ്രമാണം. പ്രമാണ എന്ന് പറഞ്ഞാൽ മീൻസ് ഓഫ് അറ്റൈനിങ് നോളജ് ആണ്. 6 തരത്തിലുള്ള പ്രമാണയുണ്ട്. ഇത്രയും നോളജ് നമുക്ക് ആവശ്യമാണ്. ദെൻ വാട്ട് ഈസ് ആർഗ്യുമെന്റ്സ്. ആർഗ്യുമെന്റ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റും ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റും അബ്ഡക്റ്റീവ് ആർഗ്യുമെന്റ്സും അങ്ങനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. എന്താണ് ഡിഡക്റ്റീവ് റീസണിങ്, എന്താണ് അബ്ഡക്റ്റീവ് റീസണിങ്, അതിന്റെ ക്വാളിറ്റി എന്താണ്, വാട്ട് ഈസ് വാലിഡിറ്റി, ഇങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ദീസ് ആർ ദി 4 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വെൻ ഇറ്റ് കംസ് ടു ലോജിക്കൽ റീസണിങ്. ഓക്കെ, അതിൽ നിന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്യാം. സി, ഫാലസി ഏതാണ്, ഇവിടെ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഫാലസി ഏതാണ്. ചോദിച്ചിരിക്കുന്നത് ഫോർമൽ ഫാലസിയുമായി ബന്ധപ്പെട്ടാണ്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം, ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് മാത്രം. ദെൻ അതേപോലെ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കോൺട്രാഡിക്ടറി, ഇത് ചോദിച്ചിരിക്കുന്നതാണ് ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് പൊസിഷൻ. പഠിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. വളരെ ഈസി കൺസെപ്റ്റ് ആണ്. നമുക്ക് ഈസി ആയിട്ട് ഒരു 5 മിനിറ്റ്സ് പോലും വേണ്ട, അതിനുള്ളിൽ പഠിച്ചെടുക്കാവുന്ന കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് പൊസിഷൻ. അതിൽ നിന്നും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. സം ബേർഡ്സ് ആർ മാമൽസ്, ഇതിനെ കോൺട്രാഡിക്റ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്? നമ്മളിപ്പോൾ ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് പൊസിഷൻ പഠിച്ചിട്ടില്ലെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് വരുന്ന എല്ലാ സെന്റൻസുകളും കോൺട്രാഡിക്റ്റ് ചെയ്യുന്ന നമ്മൾ പ്രതീക്ഷിക്കും. അങ്ങനെയല്ല, അതിനുവേണ്ടിയാണ് ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് പൊസിഷൻ നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ദെൻ അതേപോലെ ന്യായപ്രകാരം ഗോഡിന്റെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യുന്ന ഏത് പ്രമാണം വെച്ചിട്ടാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. അനുമാന, അതായത് ഇൻഫറൻസ് ആണ്. ഇൻഫറൻസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഗോഡിന്റെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ദെൻ അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ഇവിടെ വന്നിരിക്കുന്നത് റീസൺ അസഷൻ ടൈപ്പിലാണ്. ഇൻഡക്റ്റീവ് റീസണിങ്ങും ഡിഡക്റ്റീവ് റീസണിങ്ങും അതിന്റെ മീനിങ് വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട 5 സ്റ്റെപ്പ് സ്ട്രാറ്റജി പറയുകയാണെങ്കിൽ, 5 സ്റ്റെപ്പ് അല്ല 4 സ്റ്റെപ്പ് സ്ട്രാറ്റജി പറയുകയാണെങ്കിൽ, ഒന്ന് സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സിലബസ് വളരെ ഡീറ്റെയിൽഡ് ആണ്. ജനറൽ പേപ്പർ ഇവിടെ ലോജിക്കൽ റീസണിങ്ങുമായി ബന്ധപ്പെട്ട് ലോജിക്കൽ റീസണിങ്ങിൽ വെസ്റ്റേൺ ലോജിക്കിൽ എന്തൊക്കെ പഠിക്കണമെന്നും ഇന്ത്യൻ ലോജിക്കിൽ എന്തൊക്കെ പഠിക്കണമെന്നും കൃത്യമായിട്ട് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിരിക്കുന്ന ഏരിയാസ് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ നിന്നും 5 റൈറ്റ് ആൻസേഴ്സ് തന്നെ മേടിക്കാം. ഓക്കെ, സോ ഇവിടെ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും സിലബസ് ബേസ്ഡ് ആണ്. അപ്പോൾ ആ സിലബസിനെ കൃത്യമായിട്ടൊരു സീക്വൻഷ്യൽ ഓർഡറിൽ തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ലോജിക്കൽ റീസണിങ് കവർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ടാർഗറ്റ് ചെയ്യുന്നത് ഐ വിൽ സേ 10 ഔട്ട് ഓഫ് 10, അതായത് 5 ഔട്ട് ഓഫ് 5 സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയയാണ് ലോജിക്കൽ റീസണിങ്, ഗീവൺ പ്രോപ്പർ പ്രിപ്പറേഷൻ ഇസ് ഡൺ. ദെൻ അടുത്ത ഏരിയ 7th ടോപ്പിക് ഇസ് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ. ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ സിലബസിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും നമ്മളോട് ചോദിക്കാൻ പോകുന്നത് ടേബിൾ ടൈപ്പ് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ആണ്. അതിൽ കൂടുതലായിട്ടൊന്നും ചോദിക്കാറില്ല. ടേബിൾ ടൈപ്പ് ആയിട്ടുള്ള ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ടേബിൾ ടൈപ്പ് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ ഐ വിൽ ഷോ യു വൺ ക്വസ്റ്റ്യൻ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഐഡന്റിഫൈ ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം പെർസെൻറ്റേജുകളിലാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി 2 അഡീഷണൽ കോളംസ് ബിൽഡ് ചെയ്യണം. ഓക്കെ, അതായത് സ്പോർട്സ് പേഴ്സന്റെ നമ്പർ എന്ന് പറയുന്ന കോളം ബിൽഡ് ചെയ്യണം. അതേപോലെ മെയിൽ സ്പോർട്സ് പേഴ്സന്റെ നമ്പർ എന്ന് പറയുന്ന മറ്റൊരു കോളം ബിൽഡ് ചെയ്യണം. ഓക്കെ, ഇതൊന്നും കൂടാതെ ക്വസ്റ്റ്യൻ പ്രകാരം അഡീഷണൽ കോളംസും നമ്മൾ ബിൽഡ് ചെയ്യേണ്ടി വരും. അത്തരത്തില് നിലവിലുള്ള പാറ്റേൺ വെച്ചുകൊണ്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ കമ്പാരിറ്റീവ്ലി വളരെ ടഫാണ്, ടൈം ഒരുപാട് എടുക്കുന്നതാണ്. സോ റിപ്പീറ്റഡ്ലി ഒരു 20-25 ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാമിന് മുമ്പ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് നമ്മളുടെ സ്പീഡ് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. അതാണ് ഏറ്റവും നല്ല വേ ഇൻ ഓർഡർ ടു കവർ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ. സോ ഇവിടെ 4 ബേസിക് തിങ്സ് ഓർക്കുക. ഒന്ന്, കാൽക്കുലേഷൻസ് സ്പീഡ് അപ്പ് ആക്കുക. അതോടൊപ്പം തന്നെ ബേസിക് മാത്സ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആണ് നമ്മൾ പറയുന്നത്. ബേസിക് മാത്സ് എന്ന് പറയുമ്പോൾ ഐ വിൽ സേ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ, അതേപോലെ റേഷ്യോ, പ്രപ്പോർഷൻ, ഓക്കെ, പെർസെൻറ്റേജ്, ഇങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് കുറച്ചുകൂടി ഫാസ്റ്റർ ആക്കുക. ദെൻ ലാംഗ്വേജ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ഒറ്റ വായനയിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആക്കുക. ലൈക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. നമ്പർ ഓഫ് ഫീമെയിൽ പാർട്ടിസിപ്പൻസ് ഫ്രം കൺട്രി ഡി ഈസ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് നമ്പർ ഓഫ് മെയിൽ പാർട്ടിസിപ്പൻസ് ഫ്രം കൺട്രി എ. ഇങ്ങനെ ഒരു വായന വായിച്ചു കഴിഞ്ഞാൽ തന്നെ കൺട്രി ഡിയും കൺട്രി എയും നമ്മുടെ മനസ്സിൽ വരണം, മാർക്ക് ചെയ്യാൻ പറ്റണം, റിലേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും? കൺട്രി ഡിയിലെ ഫീമെയിൽ പാർട്ടിസിപ്പൻസിന്റെ എണ്ണം ആവശ്യമാണ്. സോ വി നീഡ് അനദർ കോളം ദേ. അതേപോലെ തന്നെ കൺട്രി എയിലെ മെയിൽ പാർട്ടിസിപ്പൻസിന്റെ എണ്ണം ആവശ്യമാണ്. ഇത് മറ്റൊരു കോളം വേണം. ഈ 2 കോളംസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിന്റെ പെർസെൻറ്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഇതിന്റെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ കൺട്രി ഡിയുടെ എത്ര പെർസെൻറ്റേജ് ആണ് കൺട്രി എ,
എന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അടുലാപ്പൻ ടൈം നമ്മളുടെ ഒരുപാട് നഷ്ടപ്പെടും. സോ ആ ടൈം എങ്ങനെ സേവ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നമ്മളവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ടൈം സേവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് അപ്രോക്സിമേഷൻ ആണ്. എക്സാക്ട് ആൻസറുകളിലേക്ക് പോകുന്നതിന് പകരം അപ്രോക്സിമേറ്റ് ആൻസറിലേക്ക് എത്തിക്കുക. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ അവർ ക്ലാസ്. ഓക്കെ, സോ PYQs ചെയ്യുക. ഐ വിൽ സേ 25 മിനിമം 25 PYQs എങ്കിലും നമ്മൾ എക്സാമിന് മുമ്പായിട്ട് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ഏരിയയിൽ മാത്രം ചെയ്തിരിക്കണം. ഓക്കെ, അത് നമ്മൾ ടാർഗറ്റ് ആയിട്ട് തന്നെ വെച്ചേക്കുക. വീക്കിലി 1 എങ്കിലും ചെയ്ത് ഇപ്പോഴേ പോവുക. സോ 5 ഔട്ട് ഓഫ് 5 ആണ് നമ്മുടെ ടാർഗറ്റ്. വളരെ ഡിഫിക്കൽട്ട് ആണ്, ദാറ്റ്സ് നോട്ട് ഈസി. പക്ഷേ 5 ഔട്ട് ഓഫ് 5 നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സർട്ടനിറ്റിയോടുകൂടി എനിക്ക് പറയാൻ സാധിക്കും നിങ്ങളത് ഈ എക്സാമിനേഷൻ ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ബിക്കോസ് ഇപ്പോഴത്തെ പാറ്റേൺ വെച്ചിട്ട് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഏരിയ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ആണ്. 2 വർഷം മുമ്പ് വരെ അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ 2 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ മടുക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ ഫോർ ദാറ്റ് യു ഹാവ് ടു പ്രിപ്പയർ വെൽ. ഓക്കെ, ദെൻ 8ാമത്തെ ഏരിയ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. സിലബസിൽ വളരെ ഷോർട്ടായിട്ട് 4 ടോപ്പിക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ. ICT, ജനറൽ അബ്രിവിയേഷൻസ് ആൻഡ് ടെർമിനോളജി. അവിടെ തന്നെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ അവിടെ ഉണ്ട്. ICTയുമായി ബന്ധപ്പെട്ട ജനറൽ അബ്രിവിയേഷൻസ് എല്ലാം അറിയുക. ജനറൽ ടെർമിനോളജി ഏത് വേണമെങ്കിലും നമ്മോട് ചോദിക്കാം. ദെൻ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, ഇൻട്രാനെറ്റ്, ഇമെയിൽ, ഓഡിയോ വീഡിയോ കോൺഫറൻസിംഗ് പോലുള്ള കൺസെപ്റ്റുകളെ പറ്റി ചോദിക്കാം. ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ, ICT ആൻഡ് ഗവേണൻസ്. സോ ദീസ് ആർ ദി ടോപ്പിക്സ്. ഓക്കെ, അതിൽ ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ആണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. ദെൻ ജനറൽ അബ്രിവിയേഷൻസ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ബേസിക്സ് ഓഫ് ഇന്റർനെറ്റ്, ഇൻട്രാനെറ്റ്, ഓഡിയോ വീഡിയോ കോൺഫറൻസിംഗ് പോലുള്ള ഇമെയിൽ ടെർമിനോളജി പോലുള്ള ടോപ്പിക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ദെൻ 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും നോക്കിയപ്പോൾ മനസ്സിലായത് ഈ ഏരിയാസിൽ നിന്ന് വന്നിരിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാം. സി വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് ട്രൂ. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ ആയിട്ടുള്ളത്? ഇൻട്രാനെറ്റ് എന്താണെന്നുള്ള കൺസെപ്റ്റ്, ദെൻ ഇന്റർനെറ്റ്, അതേപോലെ എക്സ്ട്രാനെറ്റ്. ഈ 3 ടേമുകളുടെ മീനിങ് മാത്രമേ അവിടെ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ അത് മൾട്ടിപ്പിൾ ഓപ്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് വെബ് 2.0. എന്താണ് വെബ് 2.0? ഓക്കെ, അതിനെപ്പറ്റി ഉള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെല്ലാം പുതിയ ടെർമിനോളജീസ് ആണ്. ആ ടെർമിനോളജീസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ അഗെയിൻ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് കുറച്ച് സെന്റൻസുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇമെയിൽ സിസ്റ്റത്തിൽ BCC എന്താണ്? അതേപോലെ ഫിഷിംഗ് എന്താണ്? സ്പാമിംഗ് എന്താണ്? സോ ഇതെല്ലാം ഇമെയിൽ ടെർമിനോളജീസ് ആണ്. ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസോളിസിറ്റഡ് ആയിട്ടുള്ള കുറേ മെയിലുകൾ കുറേ ആളുകൾക്ക് അയക്കുന്ന അതിനെയാണ് സ്പാമിംഗ് എന്ന് പറയുന്നത്. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നമുക്ക് കോളുകൾ വരാറുണ്ട്, മെയിലുകൾ വരാറുണ്ട്. അവർ ബാങ്കിൽ നിന്ന് വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ഇൻഫർമേഷൻ ചോർത്തിയെടുക്കാൻ ശ്രമിക്കും. അതാണ് ഫിഷിംഗ്. ഓക്കെ, അത്തരത്തിൽ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷനും ഒക്കെ ചോർത്തിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഫിഷിംഗ് എന്ന് പറയും. ഇവിടെ അതല്ല പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഇസ് എ റോങ് ഓപ്ഷൻ. ഓക്കെ, അത്തരത്തിൽ ആ ടേമുകൾ എന്താണ്, അതിന്റെ മീനിങ് എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ സ്വയംപ്രഭ ചാനൽ നമ്പർ. വീണ്ടും അവിടെ ആ ഒരു ഏരിയയിൽ, ഈ ഒരു ഏരിയയിലും അതേപോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലും പാരലലി വരാം. എന്തുകൊണ്ടാണ്? ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഇതൊരു ടീച്ചിങ് ഓൺലൈൻ ബേസ്ഡ് മെത്തേഡായിട്ട് നമ്മൾ പറയും. വേറാസ് ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ് ആയിട്ട് നമുക്ക് സെയിം ഏരിയ പറയാം. ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. അതുകൊണ്ടാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തത്. സോ ചാനൽ നമ്പറും നെയിമുമാണ് ഇവിടെ വീണ്ടും ചോദിച്ചിരിക്കുന്നത്. സോ ചാനൽ നമ്പർ ആൻഡ് നെയിം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. സോ ഓൾറെഡി 11 ചാനലുകൾക്ക് നെയിം ചെയ്തിട്ടുണ്ട്. ആ 11 ചാനലുകളുടെ നെയിമും ചാനൽ നമ്പറും ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. കണ്ടോ, വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് അതേ ക്വസ്റ്റ്യൻ നമുക്ക് കാണാം പലയിടത്തായിട്ട്. സോ ഈ ഏരിയ ICT പഠിച്ചെടുക്കാൻ വേണ്ടിയും ഏറ്റവും നല്ല മെത്തേഡ് PYQs ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റാൻഡം ആക്സസ് മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ സെറ്റിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ മിനിമം ഓഫ് 100 റിസൾട്ട്സ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ടൈം ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ അല്ല, എന്നാലും ആ സെയിം ഏരിയ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത്തരത്തിൽ PYQs ബേസ് ചെയ്തിട്ട് ആ ഒരു ഏരിയ ഐഡന്റിഫൈ ചെയ്ത് ഏരിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ സെയിം ഏരിയയിൽ നിന്നും മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കിട്ടും. അതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ PYQs കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ദെൻ സിലബസ് കൺസെപ്റ്റ്സ് എല്ലാം, ബേസിക് കമ്പ്യൂട്ടർ കൺസെപ്റ്റ്സ് എല്ലാം, ടെർമിനോളജീസ് എല്ലാം മനസ്സിലാക്കുക. റെഗുലർലി റിവൈസ് ചെയ്യുക. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക.
സോ ടാർഗറ്റ് ഈസ് 4 ഔട്ട് ഓഫ് 5. അതായത് ഒരു 8 റൈറ്റ് ആൻസേഴ്സ് നമുക്ക് മേടിക്കാവുന്ന ഒരു ഏരിയ ആണിത്. 9 ടോപ്പിക് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്. പറയുകയാണെങ്കിൽ നമുക്ക് സിലബസ് വളരെ വാസ്റ്റ് ആണ്. അതായത് ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് ആയി ബന്ധപ്പെട്ട് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസും എന്താണ് ഓരോ ഗോളായിട്ട് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 12 എന്താണെന്ന് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചോദിച്ചു. അതേപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 3 എന്താണ്? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഏരിയ എക്സ്പെക്ട് ചെയ്യാം. ദെൻ ഹ്യൂമൻ ആൻഡ് എൻവയോൺമെന്റ് ഇന്ററാക്ഷൻ, ആന്ത്രോപജനിക് ആക്ടിവിറ്റീസ് ആൻഡ് ദെയർ ഇമ്പാക്ട് ഓൺ എൻവയോൺമെന്റ്. ദെൻ എൻവയോൺമെന്റൽ ഇഷ്യൂസ്, ലോക്കൽ, റീജിയണൽ ആൻഡ് ഗ്ലോബൽ. റീസെന്റ് എന്തെങ്കിലും ഒരു എൻവയോൺമെന്റ് ഇഷ്യൂ നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇറ്റ്സ് സോഷ്യോ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഡയമെൻഷൻസ്. ദെൻ ഇമ്പാക്ട് ഓഫ് പൊല്യൂട്ടൻസ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്, നാച്ചുറൽ ആൻഡ് എനർജി റിസോഴ്സസ് ലൈക്ക് സോളാർ, വിൻഡ് എനർജി, ഹൈഡ്രോ പവർ തുടങ്ങിയിട്ടുള്ള ഡിഫറെന്റ് എനർജി റിസോഴ്സസ്. അതുകൂടാതെ ഏറ്റവും ഫൈനൽ പാരഗ്രാഫ് നോക്കി, ഏറ്റവും ഫൈനൽ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. അതായത് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അതായത് നാഷണൽ എഫേർട്സും ഇന്റർനാഷണൽ എഫേർട്സും ക്ലൈമറ്റിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയുള്ള നാഷണൽ എഫേർട്സ് ഏതൊക്കെയാണ്? അവിടെ പ്രധാനമായിട്ട് 2 ടോപ്പിക്കുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്, ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പിന്നെ ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ്, അവിടെ പാരീസ് എഗ്രിമെന്റ്, മോൺട്രിയൽ പ്രോട്ടോകോൾ, റിയോ സമ്മിറ്റ് പോലുള്ള പല ഇന്റർനാഷണൽ എഗ്രിമെന്റ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് പറയുകയാണെങ്കിൽ ആസ് ഐ സെഡ് ഇന്റർനാഷണൽ എഗ്രിമെന്റ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അതിൽ തന്നെ ഏറ്റവും റീസെന്റ് ആയിട്ട് വല്ല സബ്മിറ്റുകൾ നടന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കോൺഫറൻസ് ഓഫ് പാർട്ടീസിന്റെ 23ാമത്തെ സബ്മിറ്റ് നടന്നു വിചാരിക്കാം റീസെന്റ്, അതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കുക. അത് എവിടെ വെച്ചാൽ നടന്നത് ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈൻ ചെയ്ത ഡോക്യുമെന്റ് എന്താണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ദെൻ MDG ആൻഡ് SDG, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആൻഡ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ. അതിൽ നോയിസ് പൊല്യൂഷൻ ഇപ്പോൾ കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, മുമ്പ് കൂടുതൽ ക്വസ്റ്റ്യൻ വന്നത് എയർ പൊല്യൂഷനിലാണെങ്കിൽ ഇപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻ കാണുന്നത് നോയിസ് പൊല്യൂഷനിലാണ്. ദെൻ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ഇന്ത്യയുടെ നാഷണൽ ആക്ഷൻ പ്ലാൻ ആണ് ക്ലൈമറ്റ് ചേഞ്ചിനെ ടാക്കിൾ ചെയ്യാൻ. ആ 8 പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ദെൻ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസ്. ഓക്കെ, സോ എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൂടെ കാണാം. DOD, ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എന്ത് മെഷർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ടർ കണ്ടാമിനേഷനെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതേപോലെ പൈറോലിസിസ് ഹെൽപ്സ് ഇൻ അഡ്രസ്സിങ് ദി പ്രോബ്ലം ഓഫ്, എന്തിനു വേണ്ടിയാണ്? അങ്ങനെ കുറച്ച് കൺസെപ്റ്റുകൾ, പൊല്യൂഷനുമായി ബന്ധപ്പെട്ട ചില കൺസെപ്റ്റുകളും ഒക്കെ നമ്മളോട് ചോദിക്കാം. ദെൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടാണ്. നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൽ വരുന്ന മിഷനുകൾ ഏതൊക്കെയാണ്? സോ 8 മിഷനുകൾ എന്ന് പറഞ്ഞു. അതിൽ ഇല്ലാത്ത ഏതെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അതിനെ എലിമിനേറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദീസ് ആർ ദി ഡിഫറെന്റ് നാഷണൽ മിഷൻ. നാഷണൽ ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായിട്ട് വരുന്ന 8 മിഷനുകളാണ്. അതിനൊന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് മനസ്സിലാക്കാൻ വേണ്ടി. ക്ലാസ് റൂമിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, സോ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് നോർമലി ചോദിക്കുക. നോയിസ് പൊല്യൂഷൻ ആണ് കൂടുതൽ സിഗ്നിഫിക്കൻസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. നൗ ലെറ്റ് മീ മൂവ് ഓൺ. നമ്മളുടെ 10ാമത്തെ ടോപ്പിക്, കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. അത് നമുക്ക് ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് 4 ഔട്ട് ഓഫ് 5 ആണ്. ഈവൻ ഇഫ് യു ഗെറ്റ് 3 ഔട്ട് ഓഫ് 5 ദാറ്റ്സ് ഫൈൻ. ബിക്കോസ് അത്ര ഈസി ഏരിയ അല്ല. കുറേ അപ്ഡേഷൻസ് വേണ്ട ഏരിയ ആണ് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്. അവസാനത്തെ ടോപ്പിക് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. ഏൻഷ്യന്റ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിനെ പറ്റിയാണ്. നളന്ദ, തക്ഷശില പോലുള്ള ഏൻഷ്യന്റ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്, അവയുടെ ലൊക്കേഷൻ ഏതായിരുന്നു, അവിടെ പഠിപ്പിച്ചിരുന്ന സബ്ജക്ട്സ് ഏതൊക്കെയായിരുന്നു, അതുകൂടാതെ അവിടെ കൊടുത്തിരുന്ന മോഡ് ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ. ഇപ്പൊ നളന്ദയിലാണ് എൻട്രൻസ് എക്സാമിനേഷൻ നടത്തിയിരുന്നത്, അഡ്മിഷൻ ടെസ്റ്റ് നടത്തിയിരുന്നത്. അതിനെ പറ്റിയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചു കാണുന്നുണ്ട്. ദെൻ ഇവല്യൂഷൻ ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ച് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ. അത് ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പോൾ ഇൻഡിപെൻഡൻസിന് ശേഷം വന്നിരിക്കുന്ന മേജർ കമ്മീഷൻസ് ഏതൊക്കെയാണ്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ വന്നിട്ടുണ്ട്, അതേപോലെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല കമ്മീഷൻസും ഏറ്റവും റീസെന്റ് വന്നിരിക്കുന്ന NEP ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വരെയുള്ള എല്ലാ ചേഞ്ചസും നമ്മൾ അവിടെ അറിഞ്ഞിരിക്കണം. ദെൻ അതിനുശേഷം ഓറിയന്റൽ കൺവെൻഷൻ ആൻഡ് നോൺ കൺവെൻഷണൽ ലേണിംഗ് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ. അത്ര സിഗ്നിഫിക്കൻ്റ് അല്ല. ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയുള്ള 2 പോയിന്റുകൾ ആദ്യം നമ്മൾ പറഞ്ഞു. ഒന്ന് ഏൻഷ്യന്റ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്, രണ്ടാമതായിട്ട് ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള എഡ്യൂക്കേഷണൽ റിഫോംസ്.
ദെൻ പ്രൊഫഷണൽ ടെക്നിക്കൽസ് ആൻഡ് സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ, വാല്യൂ എഡ്യൂക്കേഷൻ, മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വാല്യൂ എഡ്യൂക്കേഷൻ ആണ്. സോ ഈ സിലബസിൽ ഇത്രയും ടോപ്പിക്സ് പറയുന്നുണ്ടെങ്കിലും ഇതിനെ നമ്മൾ കട്ട് ഷോർട്ട് ചെയ്ത് 3 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആക്കി മാറ്റി കഴിഞ്ഞാൽ, ഒന്ന് ഏൻഷ്യൻറ്റ് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം, 2 ഹയർ ലേണിംഗ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇയറ, ആ ഒരു ടൈം ഫ്രെയിമിൽ എങ്ങനെയാണ് ഹയർ ലേണിംഗ് ഇവോൾവ് ചെയ്തത്, മൂന്നാമതായിട്ട് വാല്യൂ എഡ്യൂക്കേഷൻ. ദെൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പൊളിറ്റി ഒക്കെ പറയുന്നുണ്ട്. അവിടെ ആ ഒരു ഏരിയ 2019 ശേഷം ക്വസ്റ്റ്യൻസ് അധികം വരാത്ത ഏരിയയാണ്. 2019 വരെ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്ന ഏരിയ ആയിരുന്നു. ആ ഏരിയയിൽ നിന്നും ഇപ്പോൾ ക്വസ്റ്റ്യൻസ് കാണാറില്ല. ഓക്കെ, സോ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇവല്യൂഷൻ ആണെന്ന് പറഞ്ഞു. അതിൽ തന്നെ NEP, ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയും അത് പ്രകാരമുള്ള മാറ്റങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം, അത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ, ഏൻഷ്യന്റ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിനെ പറ്റി നമ്മൾ പറഞ്ഞു. ദെൻ ഇവാലുവേഷൻ ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ച് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ. ഓക്കെ, സോ ഡിഫറെന്റ് എഡ്യൂക്കേഷൻ കമ്മീഷനെ പറ്റിയുള്ള അവയർനെസ് ഉണ്ടാവണം. പിന്നെ ഡിഫറെന്റ് റെഗുലേറ്ററീസ്, NEP പ്രകാരമുള്ള പുതിയ റെഗുലേറ്ററീസിനെ കൃത്യമായിട്ട് പഠിക്കുക. ആൻഡ് ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. സോ കുറച്ച് എക്സാമ്പിൾ വാല്യൂ എഡ്യൂക്കേഷൻ എന്താണെന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് CBCS, CBCSുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള ഏതാണ്? ദെൻ വാല്യൂ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട മറ്റ് ക്വസ്റ്റ്യൻസ്. മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഏരിയയാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ നമ്മൾ കാണുന്നതാണ്. ദെൻ ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഏൻഷ്യൻ്റ് എഡ്യൂക്കേഷൻ, പോസ്റ്റ് ബേസിക് എഡ്യൂക്കേഷൻ, ബ്രാഹ്മണിക് എഡ്യൂക്കേഷൻ, ഇവയുടെയൊക്കെ കോർ കൺസെപ്റ്റ് എന്താണ്? അതിനെ മാച്ച് ചെയ്യാനാണ് ഈ മാച്ച് ദി ഫോളോയിങ് വന്നിരിക്കുന്നത്. ദെൻ അഗെയിൻ ഏൻഷ്യൻ്റ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു അസഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ. സോ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർക്കുക. ഇത് കമ്മിറ്റീസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അതായത് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരമാണ് നോ സ്റ്റുഡൻറ് ഷുഡ് ബി അലൗഡ് ടു സ്പെഷ്യലൈസ് ടീച്ചിങ് എ സബ്ജക്ട് അൺലെസ് ഹി ഹാഡ് ഇറ്റ് ഇൻ BA ഓർ BSc എന്നുള്ള റെക്കമെൻഡേഷൻ വന്നിരിക്കുന്ന ഏത് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്? സോ കമ്മീഷൻ റെക്കമെൻഡേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സോ ഡിഫറെൻറ്റ് കമ്മീഷൻസ് തന്നെയാണ്. അത്തരം ക്വസ്റ്റ്യൻസ് പല തവണയായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. സോ NEP വളരെ വൈറ്റൽ ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. സോ NEPയുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിലും NEPയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലും NEPയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അത് ആ രീതിയിൽ പ്രതീക്ഷിക്കുക. സോ there are n number of questions that we will discuss in our class. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത്, ഒന്ന് ഏൻഷ്യൻ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, എങ്ങനെയാണ് ആ ഏൻഷ്യൻ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്നും ഇപ്പോഴത്തെ മോഡേൺ എഡ്യൂക്കേഷനിലേക്ക് എത്തിയിരിക്കുന്നത്, ആ ഒരു ഇവല്യൂഷൻ എങ്ങനെയാണെന്നുള്ള ആ ഒരു ചേഞ്ച്, ആ ഒരു ഇവല്യൂഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള മേജർ ഇനീഷ്യേറ്റീവ്സ് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് NEP 2020 കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, സോ 3 out of 5 ദാറ്റ് ഇസ് അവർ ടാർഗറ്റ്. വളരെ കോംപ്ലിക്കേറ്റഡ് ഏരിയ ആണ്. ഇവിടെ നമ്മൾ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ഏരിയ ആയിട്ടുള്ള 2 ടോപ്പിക് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഹയർ എഡ്യൂക്കേഷനും ഒന്ന് ഡേറ്റ ഇന്റർപ്രിറ്റേഷനും ആയിരിക്കും. ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി ആക്കി മാറ്റാം. ഹയർ എഡ്യൂക്കേഷൻ ഐ വിൽ സേ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതൊരു മോഡറേറ്റ് ആക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. ബിക്കോസ് വളരെ കോംപ്ലക്സ് ആയിട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാറുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ ആണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം മെൻഷൻ ചെയ്തിരിക്കുന്ന ഏൻഷ്യൻ്റ് യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ്? ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വന്നാണ്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം മെൻഷൻ ചെയ്തിരിക്കുന്ന ഏൻഷ്യൻ്റ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഏതാണ്? ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. സോ അത്തരം ക്വസ്റ്റ്യൻസ് വരെ ഈ ഏരിയയിൽ ചോദിക്കുന്നുണ്ട്. ഓക്കെ, സോ സിലബസിനെ ബേസ് ചെയ്ത് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇതിൽ തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന നമ്മുടെ പ്രിപ്പറേഷന് വേണ്ടി ഏറ്റവും നല്ല ബുക്ക് ജനറൽ പേപ്പറുമായി ബന്ധപ്പെട്ട് എന്തായാലും KVS മാധവന്റെ ബുക്കായിരിക്കും. KVS മാധവനിൽ എല്ലാം ഉണ്ടെന്നല്ല, എന്നാൽ മറ്റ് ബുക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ട മെറ്റീരിയൽ KVS മാധവനിലുണ്ട്. സോ ഇഫ് യു വാണ്ട് എ സെപ്പറേറ്റ് ജനറൽ പേപ്പർ ബുക്ക് ക്യാൻ ഗോ ഫോർ KVS മാധവൻ. ഓക്കെ, ദെൻ മറ്റ് ബുക്കുകൾ പറയുകയാണെങ്കിൽ ട്രൂമാൻ്റെ യുജിസിനെറ്റ് ബുക്ക് ഈസ്, അതേപോലെ അർഹിൻ പബ്ലിക്കേഷൻസിൻ്റെ ഉണ്ട്. So all these are good books, even though I will say KVS Madhan is the best. Then പ്രിപ്പറേഷനകത്ത് കൂടുതൽ എഫിഷ്യൻ്റ് ആകണമെങ്കിൽ ജനറൽ പേപ്പർ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ജനറൽ പേപ്പറിൽ ഒരു 70 സ്കോർ ചെയ്തിരിക്കുന്ന വ്യക്തി എന്തായാലും നമ്മൾ ഫൈനലി ക്ലിയർ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, പേപ്പർ 2 അത്രയും മോശമായാൽ മാത്രമേ പുറത്തു പോകൂ. ജനറൽ പേപ്പർ ഇസ് ഇമ്പോർട്ടൻറ്റ്. ജനറൽ പേപ്പറിൽ നമുക്കൊരു 70 സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ 60 എബോവ് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ ഇറ്റ്സ് ഓൾമോസ്റ്റ് സർട്ടൻ ദാറ്റ് യു വിൽ ക്വാളിഫൈ. അപ്പോൾ അത്രയും സിഗ്നിഫിക്കൻറ്റ് ജനറൽ പേപ്പറിന് കൊടുക്കുക.
സോ ജസ്റ്റ് കുറേ ബ്രീഫ്ലി കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി അപ്രോച്ച് ചെയ്യേണ്ടത്, ഫസ്റ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് സിലബസ്. എന്താണ് പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അതിനെ ബേസ് ചെയ്തുള്ള ഒരു പ്രിപ്പറേഷനാണ് നമുക്ക് ആവശ്യം. നമ്മളുടെ ജനറൽ പേപ്പറിൻ്റെയും അതേപോലെ തന്നെ നിങ്ങളുടെ സബ്ജക്ട് പേപ്പർ ഏതാണോ ആ സബ്ജക്ട് പേപ്പറിനെ പറ്റിയും കൃത്യമായിട്ടുള്ള സിലബസ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ആവശ്യമാണ്. ആ സിലബസിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തുക. അതിന് പുറത്തേക്ക് പോകണ്ട, അതിനുള്ളിൽ മാത്രം നിന്നാൽ മതി. നോട്ട് ലൈക്ക് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് UPSC. നമുക്ക് അതിൽ നിന്നും സിലബസിനകത്തും സിലബസിന് പുറത്തുമുള്ള ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും ഇവിടെ ആവശ്യമില്ല. എന്താണോ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് അതിനെപ്പറ്റി വ്യക്തമായ ധാരണയോടെ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, ദെൻ ട്രൈ ടു കളക്ട് നമ്മളുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അതേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യും. ഐ വോണ്ട് സേ സെയിം ക്വസ്റ്റ്യൻസ് വിൽ റിപ്പീറ്റ്, ബട്ട് സെയിം ക്വസ്റ്റ്യൻ ഏരിയ വിൽ റിപ്പീറ്റ്. അത് നമുക്ക് പ്രതീക്ഷിക്കാം. അതേ ക്വസ്റ്റ്യൻ ഏരിയയിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ ഇത്തവണയും പ്രതീക്ഷിക്കാം. ഓക്കെ, MCQ PYQs കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. PYQs ടെസ്റ്റുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. ദാറ്റ് വിൽ ഹെൽപ്പ് യു. ഓക്കെ, എനിവേ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്രിപ്പറേഷൻ്റെ ഒരു ബേസിക് ഓറിയന്റേഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്? ജനറൽ പേപ്പറിന്റെ ഒരു സിലബസ് ഞാൻ ഷെയർ ചെയ്ത് തരാം. അതേപോലെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്ലൈഡ്സും ഞാൻ ഷെയർ ചെയ്ത് തരാം. അതിനകത്ത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഏരിയാസും ഒക്കെ ഉണ്ട്. ക്യാൻ കീപ്പ് ഇറ്റ് വിത്ത് യു. ഓക്കെ, അപ്പോൾ അതിനകത്ത് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഈ ഏരിയാസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് ഏതാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് ഒന്ന് പറയൂ. അതാ ഞാൻ പറഞ്ഞത്, KVS മാധവന്റെ ടെക്സ്റ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഗുഡ്. അതിൽ കൂടുതൽ നമ്മൾ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് KVS മാധവന്റെ ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ അവിടെ നിങ്ങൾക്ക് ഫാലസീസ് ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ലോജിക്കൽ റീസണിങ് ഏരിയ മാത്രം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ. പക്ഷേ നമ്മൾ ഫാലസീസിന്റെ ഏരിയാസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ നമുക്ക് കണക്ട് ചെയ്ത് പോകാം. സോ ഏറ്റവും നല്ലത്, ഏറ്റവും കൂടുതൽ കവറേജ് ഉള്ള ടെക്സ്റ്റ് എന്ന് പറയുന്നത് KVS മാധവന്റെ UGC നെറ്റ് എന്ന് പറയുന്ന ആ ടെക്സ്റ്റ് ആണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ടൈറ്റിൽ വരുന്നത് ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നാണ്. ഓക്കെ, സോ that will be a good text. Any other questions? ഓക്കെ, വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നമുക്കിനി ക്ലാസ്സുകളിലേക്ക് കടക്കാം. നെക്സ്റ്റ് ഡേ ഓൺവേഡ്സ്. നെക്സ്റ്റ് ജനറൽ പേപ്പറിന്റെ ക്ലാസ്സുകൾ വരുന്നത് മൺഡേ, വെനസ്ഡേ ആൻഡ് ഫ്രൈഡേസിലും. പേപ്പർ 2 ഐ ഷെയർ ദി ക്ലാസ് ഷെഡ്യൂൾ ഞാൻ ഷെയർ ചെയ്ത് തരാം. ഇപ്പോൾ നിലവിൽ ജനറൽ പേപ്പർ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ജനറൽ പേപ്പർ ബാച്ചാണ് നമ്മുടെ കൂടെ ഉള്ളതല്ലേ. സോ ജനറൽ പേപ്പറിന്റെ ക്ലാസ്സുകൾ വരുന്നത് മൺഡേ, വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ ദിവസങ്ങളിലായിരിക്കും. ഓക്കെ, സെഷൻ ടൈം വരുന്നത് 8 to 9 ആണ്. ഫോർ ദി ടൈം ബീങ് നമ്മളത് ഓഗസ്റ്റ് എൻഡിൽ, ഓഗസ്റ്റ് എക്സാം കഴിയുമ്പോൾ 1.5 hours 2 hours മാറ്റും. അപ്പോൾ നിലവിൽ നമുക്കത് 1 hour സെഷൻസ് ആയിട്ടാണ്. ഓഗസ്റ്റ് ബിക്കോസ് ഇപ്പോഴത്തെ നിലവിലുള്ള എക്സാം ചേഞ്ച് ചെയ്ത് കാരണം അവർക്ക് അഡീഷണൽ സെഷൻസ് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഡിസംബർ ബാച്ചിന്റെ സെഷൻസ് നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 9 to 10 എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ ആ ഒരു ടൈം ഫ്രെയിമിൽ ഇപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അഡീഷണൽ സെഷൻ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിന്റെ ടൈം വരുന്നത് 7 to 8 ആയിരിക്കും. ഓക്കെ, 2 സെഷൻ ക്ലാഷ് ആവാതിരിക്കാൻ വേണ്ടി അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എക്സാമിന് ശേഷം ഈ 1 hour എന്ന് പറയുന്നത് 1.5 hours ആയിട്ടും വെൻ നീഡഡ് നമ്മൾ 2 hours ആയിട്ടും ആഡ് ചെയ്യും. 1.5 hours ആകുമ്പോഴാണ് 7:30 to 9 ആയിരിക്കും സെഷൻ ടൈം വരുന്നത്. ഓക്കെ, എനി അതർ ഡൗട്ട്സ് ഓർ ക്വറീസ്? യാ, നിലവിൽ ജനറൽ പേപ്പറിന്റെ സെഷൻ എന്ന് പറയുന്നത് 8 to 9 ആയിരിക്കും. അത് ഓഗസ്റ്റ് എൻഡ് വരെ ആ ഒരു പാറ്റേണിലാണ് നമ്മൾ പോവുക. അതിനുശേഷം നമ്മളത് 1.5 hours ആക്കും. ഓഗസ്റ്റ് വരെ 1 മണിക്കൂറാണ്. ഓഗസ്റ്റ് എക്സാം ഇപ്പോൾ നടക്കുന്നവരുടെ എക്സാം കഴിയുന്ന ടൈമിൽ നമ്മളത് 7:30 സ്റ്റാർട്ട് ചെയ്യാവുന്ന രീതിയിൽ റീഷെഡ്യൂൾ ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. വീണ്ടും നമുക്ക് നെക്സ്റ്റ് സെഷനിൽ, അതായത് ഒരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് കാണാം. സോ താങ്ക് യു എവരി വൺ. താങ്ക് യു ഫോർ ബീയിങ് ഹിയർ. ബൈ.